ആർട്ടിക്കിൾ 12 to 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആർ സ്റ്റേറ്റഡ് ഇൻ ദീസ് ആർട്ടിക്കിൾസ്. 19(1)(a), (b), (c), (d), (e), (f) എടുത്ത് കളഞ്ഞു, G വരെ നമ്മൾ പറഞ്ഞില്ലേ. ഒന്ന് ഓർഡറായിട്ടൊന്ന് മനസ്സിൽ ഇപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. 6 അതിനകത്ത് പറയുന്നത്: ഫ്രീഡം ടു സ്പീച്ച് ഓർ എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ഓർഗനൈസ് അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, freedom to travel to any place within the territory of India, freedom to reside or permanently settle in any place within the territory. Last one. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെപ്പോലെ ജ്വലിക്കണം, അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങളുടെ കഴിവും കർമ്മശേഷിയും ജ്വലിപ്പിച്ചുകൊണ്ട് തിളക്കമാർന്ന വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയും. അതിന് ആത്മാർത്ഥമായി എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഏതുമായി ബന്ധപ്പെട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് റിട്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി 2-3 ക്ലാസ്സുകളിലായി പഠിച്ച ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, റിട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള, ഇതുവരെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏരിയയെക്കുറിച്ചുള്ള വ്യക്തമായൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ അത് കാരണമാകും, സാധ്യമാകും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണെന്ന്. വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? എല്ലാവർക്കും അറിയാം ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിസാരമായ ചോദ്യം, സിമ്പിളായ ചോദ്യം, പക്ഷെ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഈസി ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് നമുക്ക് തോന്നും ഇതൊക്കെ ചോദിക്കുമോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? പാർട്ട് 2 ആണോ? നോക്കൂ, പാർട്ട് 2 ആണോ, അതോ പാർട്ട് 3 ആണോ, പാർട്ട് 4 ആണോ? ഒന്ന് പറഞ്ഞേ, പാർട്ട് 4 ആണോ അതോ പാർട്ട് 5 ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഒന്ന് ശ്രദ്ധിച്ച്. എന്തൊക്കെയാണ്? പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു സംശയവും വേണ്ട, പാർട്ട് 3 ആണ്. ആൻസർ നോക്കാം. കറക്റ്റ് അല്ലേ? പാർട്ട് 3 ആണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് ഓപ്ഷനിൽ കൂടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പോകാം. നമുക്ക് അങ്ങനെ പഠിക്കാം, എങ്കിൽ ഇതൊക്കെ പ്രയോജനം ഉണ്ടാവുള്ളൂ. പാർട്ട് 2 എന്താ പറയുന്നത്? പാർട്ട് 2 സിറ്റിസൺഷിപ്പാണ്, പൗരത്വത്തെക്കുറിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 2. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, പാർട്ട് 4 നമുക്ക് എടുക്കാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. പാർട്ട് 4A എന്ന് പറഞ്ഞുകൂടി ഒന്നുകൂടിയുണ്ട്. അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. അതിവിടെ കൊടുത്തിട്ടില്ല. പാർട്ട് 5 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 5 യൂണിയൻ, കേന്ദ്രത്തെക്കുറിച്ച്, യൂണിയൻ എക്സിക്യൂട്ടീവ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അത് വിപുലമായ ഒരു ടോപ്പിക്കാണ്, ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആയല്ലോ. പാർട്ട് 3 ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പാർട്ട് 3 നമ്മൾ 1-2 വിശേഷണങ്ങളൊക്കെ പഠിച്ചതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ അതൊക്കെ ഓർക്കണം. എന്താണ് പാർട്ട് 3 നമ്മൾ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചു എന്നുകൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ആണിക്കല്ല്, കീ സ്റ്റോൺ ഓർ കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലാംസ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇങ്ങനെയൊക്കെ ആ 3 ഭാഗത്തിന് വിശേഷണങ്ങളുണ്ട് എന്നുകൂടി ഒന്ന് ഓർമ്മിച്ചോളുക. പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്.
ഓക്കെ അല്ലേ? ഈ ചോദ്യം ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ അത്? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ഈസ് ദി റേഞ്ച് ഓഫ് ആർട്ടിക്കിൾസ് ദാറ്റ് ഡിഫൈൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ആർട്ടിക്കിളിൻ്റെ റേഞ്ച് ഏതൊക്കെ ആർട്ടിക്കിളുകളിലാണ്? ഒന്ന് നോക്കൂ. ആർട്ടിക്കിൾ 10 to 25 ആണോ? അല്ല. ആർട്ടിക്കിൾ 12 to 35 ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതല്ലേ ആൻസർ? 12 to 35. ആർട്ടിക്കിൾ 14 to 32 അതെന്താണെന്നറിയോ? ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് വ്യക്തമായി പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾ 12 to 35 ഓൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഇതെല്ലാം വരും. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാം വരുന്നതാണ് 12 to 35. Then 6 fundamental rights are classified under Article 14 to 32. Right to equality മുതൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി വരെ വരുന്നതാണ് 14 മുതൽ 32 വരെ. ആർട്ടിക്കിൾ 36 to 51 4th ചാപ്റ്റർ ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 36 to 51. ജസ്റ്റ് പഠിച്ചു പോവുക, ഇതെല്ലാം ഒന്ന് ഓർത്ത് പോവുക. ഇത് 10 മുതൽ 25 വരെ ഒന്നും പറയാനില്ല, കാരണം 10 വരുന്നത് ഇടയ്ക്ക് വെച്ചാണ്. നമ്മുടെ 4 to 11 വരുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ സിറ്റിസൺഷിപ്പ്, അതിൽ വരുന്നതാണ് ഈ 10 25 നമ്മളെ ഇതിൽ വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇത് വെറുതെ തന്നിരിക്കുക, അതങ്ങ് വിട്ടേക്കുക. ബാക്കിയെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോളുക. ആർട്ടിക്കിൾ 12 to 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആർ സ്റ്റേറ്റഡ് ഇൻ ദീസ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ 14 to 32 എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ആർട്ടിക്കിൾസ് 14 to 32. ആർട്ടിക്കിൾ 36 to 51 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് ദി റേഞ്ച് ഓഫ് ആർട്ടിക്കിൾസ് മൊത്തം. വാട്ട് ഈസ് ദി റേഞ്ച് ഓഫ് ആർട്ടിക്കിൾ ദാറ്റ് ഡിഫൈൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൻസർ എന്തായിരിക്കും? റേഞ്ച് എന്ന് പറയും മൊത്തം വരുന്നതാണ്. അപ്പം 12 to 35 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 12 to 35 തന്നെയാണ്. 12 to 35 കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ശ്രദ്ധിക്കുക. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് 1927, ക്യാബിനറ്റ് കമ്മീഷൻ പ്ലാൻ 1946, ക്രിപ്സ് മിഷൻ 1942. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തത് ഏത് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ തുടക്കത്തിലേ പഠിച്ചു. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടല്ലേ? അതല്ലേ ആൻസർ? നോക്കാം. തീർച്ചയായിട്ടും അത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് ഏതാണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയത്. ഈസി അല്ലേ? എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പഠിച്ച പോയിന്റുകൾ തന്നെയാണ്. ഇനി നോക്കുക. ദി കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ബോറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദി കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ബോറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് നമ്മൾ കടം വാങ്ങിയത്? യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണോ, ഫ്രാൻസിൽ നിന്നാണോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണോ, കാനഡയിൽ നിന്നാണോ? നമ്മൾ പറഞ്ഞു പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, ജുഡീഷ്യൽ റിവ്യൂ പവർ, ഇംപീച്ച്മെൻറ്റ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ്, ഓൾ ദീസ് ആർ ബോറോഡ് ഫ്രം USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തീർച്ചയായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കടം വാങ്ങിയത്, അവിടെ നിന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അതും ക്ലിയറായി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. 3 വിശേഷണങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ,
ലാംസ് ഓഫ് ലിബർട്ടി, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. വിച്ച് പാർട്ട് തേർഡ്. പാർട്ട് തേർഡിൽ എന്ത് പറയുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ബി ഓപ്ഷൻ അല്ലേ കറക്റ്റ്? ബി ഓപ്ഷൻ. സിമ്പിൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചപ്പോഴെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൗ മെനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദെയർ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് പ്രസൻറ്റ്? ഒറിജിനലി അല്ല ചോദിച്ചിരിക്കുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റഡ് ഓഫ് 7 fundamental rights, but at present there are only 6 fundamental rights. Answer അതല്ലേ? 6 fundamental rights. ഓക്കെയാണ്. 1 fundamental right was eliminated from the Constitution of India under 44th Amendment Act of 1978. That fundamental right was right to property. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് 6 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which amendment removed the right to property from the fundamental rights? സ്ഥിരം ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാം. Which amendment removed right to property from the fundamental rights? മൗലികാവകാശങ്ങളിൽ നിന്ന്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി എലിമിനേറ്റ് ചെയ്തത് ഏത് അമെൻമെൻറ്റിലൂടെയാണ്? 44th അല്ലേ? ബി ഓപ്ഷൻ അല്ലേ? 44th അമെൻമെൻറ്റ് ആക്ട്. ഇയർ കൂടി ഓർത്തോളൂ, 1978. ഓർത്തോളേ. ഇവിടെ ഇപ്പം അമെൻമെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, വർഷവും കൂടെ നിങ്ങൾ ഓർത്തോളണം. അടുത്ത് നോക്കൂ. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ക്യാൻ എ പേഴ്സൺ അപ്രോച്ച് സുപ്രീം കോർട്ട് ഫോർ ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? നോക്കൂ എന്താ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ എ പേഴ്സൺ അപ്രോച്ച് സുപ്രീം കോർട്ട് എന്നാണ് പറഞ്ഞത്. അവിടെ ഹൈക്കോർട്ട് എന്നാണ് കിടന്നിരുന്നെങ്കിൽ ആൻസർ മാറും. സുപ്രീം കോർട്ടിനെ സമീപിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ഫണ്ടമെൻ്റൽ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന 32 അല്ലേ? ആൻസർ ഏതാണ്? 32 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇതൊക്കെ സിമ്പിളാണ്. ഹൂ കോൾഡ് ആർട്ടിക്കിൾ 32 ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആർട്ടിക്കിൾ 32. പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റു ആണോ? ഡോക്ടർ BR അംബേദ്കർ ആണോ? സർദാർ വല്ലഭായ് പട്ടേൽ ആണോ? മഹാത്മാഗാന്ധി ആണോ? ഒരു സംശയവും വേണ്ട. ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകൾ തന്നെയാണ് അത്. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ, ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ആർട്ടിക്കിൾ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ബിഫോർ ലോ? വിച്ച് ആർട്ടിക്കിൾസ് ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ബിഫോർ ലോ? നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14 ആണോ, 19 ആണോ, 21 ആണോ, 25 ആണോ? ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 14 ആണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ആർട്ടിക്കിൾ 19 എന്താണ്? ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടീസ് 6 ഫ്രീഡംസ്. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. 6 ഫ്രീഡം ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. 19(1)A B C D E F എടുത്ത് കളഞ്ഞു, G വരെ നമ്മൾ പറഞ്ഞില്ലേ? ഒന്ന് ഓർഡറായിട്ടൊന്ന് മനസ്സിൽ ഇപ്പം റിവൈസ് ചെയ്യുമ്പോൾ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. 6 എണ്ണം അതിനകത്ത് പറയുന്നത്. ഫ്രീഡം ടു സ്പീച്ച് ഓർ എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ഓർഗനൈസ് അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, freedom to travel to any place within the territory of India, freedom to reside or permanently settle in any place within the territory. Last one, freedom to choose any profession or occupation. പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് പോകുക. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. വിച്ച് ആർട്ടിക്കിൾ അബോളിഷസ് അൺടച്ചബിലിറ്റി? അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 15 ആണോ, 17 ആണോ, 19 ആണോ, 21 ആണോ?
അബോളിഷസ് അൺടച്ചബിലിറ്റി, ഒരു സംശയവും വേണ്ട. 17 നമ്മൾ പഠിച്ചിട്ടുണ്ട്, 17. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നിങ്ങളൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ഒന്ന് ഓർത്തു പോവുക. ആർട്ടിക്കിൾ 15 പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രദേശ വ്യത്യാസം പാടില്ല. ഡിസ്ക്രിമിനേഷനെ തടയുന്നതാണ് 15. 17 അബോളിഷസ് അൺടച്ചബിലിറ്റി. നമ്മുടെ ആൻസർ. 19 ഗ്യാരണ്ടീസ് 6 ഫ്രീഡംസ്. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. 21 ഫൗണ്ടേഷൻ ഓർ ബേസ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലീവ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21 ഗ്യാരണ്ടീസ് ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് പേഴ്സൺ. ക്ലിയർ അല്ലേ? അത്രയൊന്ന് ഓർത്തുകൊള്ളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് റിസർവേഷൻ ഫോർ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ? EWS. വെരി ഇമ്പോർട്ടൻറ്റ്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏത്? 15(4) ആണോ, 15(5) ആണോ, 16(4) ആണോ, ആർട്ടിക്കിൾ 16(6) ആണോ? ഒരു സംശയവും വേണ്ട. EWSന് മുന്നോക്കക്കാർക്ക് നിയമനങ്ങളിൽ 10% സംവരണം അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനുവദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഡി ഓപ്ഷൻ തന്നെയാണ്, ആർട്ടിക്കിൾ 16(6). അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോക്കക്കാർക്ക് 10% സംവരണം, EWSന് സംവരണം കൊണ്ടുവന്നത്. ഏത് അമെൻമെൻറ്റിലൂടെ? അതും ചോദിക്കാം. വിച്ച് അമെൻമെൻറ്റ് ആക്ട് പ്രൊവൈഡ് 10% റിസർവേഷൻ ടു EWS? 103 അമെൻമെൻറ്റ് 103 2019 2019 103 ഭേദഗതിയിലൂടെയാണ് ഇത് പ്രാവർത്തികമാക്കിയത്. ഓർത്തു കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 21A വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് അമെൻമെൻറ്റ്? Article 21A was added to the Constitution under which Amendment Act? 42nd Amendment, 44th Amendment, 86th Amendment, 97th Amendment. ഇത് ഒരുപാട് തവണ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. 86th Amendment Act of 2002, അതിലൂടെയല്ലേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ 21Aയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ 51Aയിൽ Kയും. ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ ബിക്കെയിം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് പാരൻസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ദെയർ ചിൽഡ്രൻ. ഇത് രണ്ടും കൊണ്ടുവന്നത് 86th ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 86th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർട്ടിക്കിൾ ഗ്യാരണ്ടീസ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ആർബിട്രേറ്ററി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ? എന്ന് പറഞ്ഞാൽ ആർബിട്രേറ്ററി, അതായത് കരുതൽ തടങ്കൽ, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നൊക്കെ നമ്മൾ പറയും. കരുതൽ തടങ്കലിനെതിരെയുള്ള, അല്ലെങ്കിൽ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെയുള്ള ആർട്ടിക്കിൾ ഏത്? നമ്മൾ പറഞ്ഞല്ലോ, എ പേഴ്സൺ ഷാൽ ബി ഇൻഫോംഡ് ഗ്രൗണ്ട് ഓഫ് ഹിസ് അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ 22 ആണ്. ഒരു സംശയവും വേണ്ട. ആർട്ടിക്കിൾ 22ലാണ് ഈ പറയുന്ന ആർബിട്രേറ്ററി അറസ്റ്റിനെ കുറിച്ച്, അതിൻ്റെ പ്രൊട്ടക്ഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർട്ടിക്കിൾ 24 പ്രോഹിബിറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ്. ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുട്ടികളായി കാണുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരം? ഇവിടെ ഓപ്ഷൻ നോക്കൂ. ബിലോ 12 years ആണോ, 14 years ആണോ, 16 years ആണോ, 18 years ആണോ? ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 24 പ്രൊഹിബിറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years. 14 years. ചൈൽഡ്
ലേബർ പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയതെന്നാണ് പാർലമെൻറ്റ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986 ആണ്. 1986 അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. റൈറ്റ് ടു ഫ്രീഡം അണ്ടർ ആർട്ടിക്കിൾ 19 ഇൻക്ലൂഡ്സ് ഹൗ മെനി ഫ്രീഡംസ്? 19 എത്ര ഫ്രീഡത്തെക്കുറിച്ചാണ് പറയുന്നത്? 4, നോക്കൂ, 5, 6, 7, 4, 5, 6, 7 ഉണ്ടായിരുന്നു നേരത്തെ. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 7. ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പം 6 ഉള്ളൂ. ഒരെണ്ണം എടുത്ത് കളഞ്ഞില്ലേ? റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി എന്ന് പറയുന്ന 19(1)(f) എടുത്ത് കളഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പോൾ 6 ഉള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഗ്യാരണ്ടീസ് റിലീജിയസ് ഫ്രീഡം ടു ഇന്ത്യൻ സിറ്റിസൺ? മതസ്വാതന്ത്ര്യം പറയുന്നത് ആർട്ടിക്കിൾ നോക്കൂ. ആർട്ടിക്കിൾ 21 ആണോ? അല്ല, അത് ലൈഫ് ആൻഡ് ലിബർട്ടി. ആർട്ടിക്കിൾ 23 ആണോ? ഇല്ല, അത് പ്രൊഹിബിറ്റ്സ് ട്രാഫിക്, ഇല്ലീഗൽ ട്രേഡ് ഇൻ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യ കടത്ത് തടയുന്നതാണ്. ആർട്ടിക്കിൾ 25 കറക്റ്റ് ആൻസർ. എ പേഴ്സൺ ക്യാൻ ചൂസ് എനി റിലീജിയൻ ഓഫ് വൺ ചോയ്സ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് അതാണ് റിലീജിയസ് ഫ്രീഡത്തിനുള്ളത്. 30 അങ്ങനെയല്ല. 30 എന്താണ്? 30 ഗീവ്സ് ഫ്രീഡം ടു മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ആർട്ടിക്കിൾ 25 അല്ലേ? ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. വിച്ച് റിട്ട് മീൻസ് ടു ഹാവ് ദി ബോഡി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. വിച്ച് റിട്ട് മീൻസ് ടു ഹാവ് ദി ബോഡി? ശരീരം ഹാജരാക്കുക. ഏതാണ്? മാൻഡമസ് ആണോ? അല്ല, അത് വി കമാൻഡ് എന്നാണ്. വി കമാൻഡ്. ഹേബിയസ് കോർപ്പസ് ആണോ? ആണ്. ഹാവ് ദി ബോഡി എന്ന് പറയുന്നത് ഹേബിയസ്. ഇതാ ഉത്തരം, ഹേബിയസ് കോർപ്പസ് ആണ്. സെർഷ്യോറി ആണോ? അല്ല. ടു ബി ഇൻഫോംഡ് എന്നാണ്. ടു ബി സർട്ടിഫൈഡ് എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്, ലിറ്റററി മീനിങ്. പ്രൊഹിബിഷൻ ആണോ? അല്ല, അത് ടു ഫോർബൈഡ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹേബിയസ് കോർപ്പസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് റിട്ട് പ്രിവെൻസ് എ ലോവർ കോർട്ട് ഫ്രം എക്സീഡിങ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ? നമ്മൾ റിട്ട് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ലോവർ കോർട്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്യുമ്പോൾ അത് തടഞ്ഞുകൊണ്ട് ഹയർ കോർട്ട് പുറപ്പെടുവിക്കുന്ന, സുപ്പീരിയർ കോർട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടിൻ്റെ പേര് സെർഷ്യോററി ആണോ? മാൻഡമസ് ആണോ? പ്രൊഹിബിഷൻ ആണോ? കോവാറിൻ്റെ ആണോ? പ്രൊഹിബിഷൻ റിട്ടല്ലേ? പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട്, അത് തടഞ്ഞുകൊണ്ട് വരുന്നത് പ്രൊഹിബിഷൻ റിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈസ് കവേർഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, പ്രതിവിധിക്കുള്ള അവകാശം, ആർട്ടിക്കിൾ 29 ആണോ? അല്ല. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ട്സ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റി. ആർട്ടിക്കിൾ 30 ആണോ? അല്ല. ആർട്ടിക്കിൾ 30 ഗീവ്സ് ഫ്രീഡം ടു മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 ആണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ദാ വന്നു. ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. If the fundamental right of a citizen is violated, he can approach Supreme Court under Article 32, that is constitutional remedies. അപ്പോൾ എന്താണ്? ആർട്ടിക്കിൾ 32 തന്നെയാണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. വിച്ച് ആർട്ടിക്കിൾ അലൗസ് ദി സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ SC, STs ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്? പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നാക്ക വിഭാഗക്കാർക്കും ദുർബല വിഭാഗക്കാർക്കും സ്പെഷ്യൽ പ്രൊവിഷൻസ് നൽകാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത്? ഒരു സംശയവും വേണ്ട, ആർട്ടിക്കിൾ 15(4) ആണ്. 15(3) പറയുന്നത് വിമൺ ആൻഡ് ചിൽഡ്രൻ വേണ്ടിയിട്ട് ചില പ്രൊവിഷൻസ് കൊണ്ടുവരാം. SC, STക്കും വീക്കർ സെക്ഷനും പ്രൊവിഷൻ കൊണ്ടുവരാമെന്ന് പറയുന്നത് 15(4) ആണ്. മറക്കരുത്, ആർട്ടിക്കിൾ 15(4) ആൻസർ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദി 2 ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ്സ് റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ? അത് ഗ്രൂപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ്. റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ
ചൂഷണത്തിനെതിരെയുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 and 18 ആണോ? അല്ല, അത് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 23 and 24 റൈറ്റ് ആൻസർ. അതാണ് റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അടുത്ത 19, 20 എന്നൊക്കെ പറയുന്നത്, 19 നിങ്ങൾക്കറിയാം പേഴ്സണൽ ഫ്രീഡത്തെക്കുറിച്ച് പറയുന്നതാണ്. 23 പേഴ്സണൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 29 and 30 മൈനോറിറ്റി റൈറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The right to property is now a legal right under which article? Right to property that was eliminated from the list of fundamental rights under 44th Amendment Act of 1978. At present, right to property is not a fundamental right, but it is a legal right. Right to property is a legal right which is stated in Article 300A. Article 300A was added to the Constitution under 44th Amendment Act of 1978. അപ്പോൾ ഇവിടെ എന്താണ്? 300A അല്ലേ ഇവിടെ ആൻസർ? തീർച്ചയായിട്ടും 300A. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് അമെൻമെൻറ്റ് ഗ്രാൻറ്റഡ് 10% റിസർവേഷൻ ടു EWS? EWSന് 10% റിസർവേഷൻ നൽകിയ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? 103 അമെൻമെൻറ്റ് 2019 അല്ലേ? അപ്പോൾ ആൻസർ അതല്ലേ? ആണ് 103, 103-ാം ഭേദഗതി. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് വാസ് ഡിലീറ്റഡ് ബൈ 44th Amendment Act? ഏതൊക്കെ? റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സി അല്ലേ ഓപ്ഷൻ? നീക്കം ചെയ്തത് റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലേ? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ പറയും. റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് കവേർഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഞാൻ നേരത്തെ പറഞ്ഞു, മൈനോറിറ്റി റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റൈറ്റ് ടു കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 29 and 30. അതല്ലേ ആൻസർ? തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 29 and 30. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ആർട്ടിക്കിൾ അലൗസ് ദി സ്റ്റേറ്റ് ടു റിസർവ് ഗവൺമെൻറ് ജോബ് ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്? ബാക്ക്വേർഡ് ക്ലാസസിന് ഗവൺമെൻറ് ജോബ് റിസർവ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏത്? 16(4) പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. സർക്കാരിൻ്റെ കീഴിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത പിന്നാക്കക്കാർക്ക് സർക്കാർ ഉദ്യോഗത്തിൽ സംവരണം അനുവദിക്കണം എന്നാണ് 16(4). 16(6) EWS മുന്നോക്കക്കാർക്ക് റിസർവേഷൻ പറയുന്നത്. ക്ലിയർ ആയല്ലോ? വിച്ച് റിട്ട് എൻഷോഴ്സ് ദാറ്റ് എ പേഴ്സൺ ഹോൾഡിങ് എ പബ്ലിക് ഓഫീസ് ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ഹോൾഡ് ഇറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു. വിച്ച് റിട്ട് സെയ്സ് ദാറ്റ്, അല്ലെങ്കിൽ വിച്ച് റിട്ട് എൻഷോഴ്സ് എ പേഴ്സൺ ഹോൾഡിങ് എ പബ്ലിക് ഓഫീസ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഹോൾഡ് സച്ച് ആൻ ഓഫീസ്? കോവാറണ്ടോ അല്ലേ ഇവിടെ? ആൻസർ എന്താണ്? ഡി ഓപ്ഷനാണ്, കോവാറണ്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമെൻമെൻറ്റ് റിമൂവ്ഡ് ആർട്ടിക്കിൾ 35A? 35A ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. 35A റിമൂവ് ചെയ്ത അമെൻമെൻറ്റ് ഏതെന്നാണ് ചോദിച്ചത്. 97th Amendment ആണോ? 103 Amendment ആണോ? 42nd Amendment ആണോ? അബ്രിഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 300 in 2019 ആണോ? 2019 370ാം വകുപ്പ് റദ്ദാക്കിയ വഴിയാണോ 35A? 35A ആ ചോദ്യത്തിൽ ഒരാശയക്കുഴപ്പം വരും. വിച്ച് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമെൻമെൻറ്റ് ആക്ട് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലരും അമെൻമെൻറ്റ് ആക്ട് നോക്കും. ഇത് ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്, അതും അമെൻമെൻറ്റാണ്. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019, അതിലൂടെയാണ് അബ്രിഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 370 അബ്രിഗേറ്റ്, അതായത് അതിനെ റദ്ദാക്കിയ. അപ്പം തീർച്ചയായിട്ടും അതല്ലേ ആൻസർ? ഡി അല്ലേ? അബ്രിഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370
ഇൻ 2019 അല്ലേ ആൻസർ? അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഒരു പരിധി വരെ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നു. ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോസസ്സിംഗ് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ സമയത്ത് തന്നെ ബാക്കിൽ നമുക്ക് ഏതെങ്കിലും കോപ്പി പേസ്റ്റിംഗ് പരിപാടി ഇട്ടേക്കാം അല്ലേ. ഈ വികാരങ്ങളെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവറിലേക്കും പലപ്പോഴും എത്താൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴുള്ള AI ടൂൾസ് ഒന്നും ഡിസിഷൻ എടുക്കാറില്ല, പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കുള്ള ആദ്യത്തെ ക്ലാസ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ ടെക്നോളജി. എന്താണ് വിവര സാങ്കേതിക വിദ്യ? നമ്മുടെ ഒരു മാനവരാശി ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം വളരെ ചരിത്രപരമായിട്ടുള്ള മാറ്റമാണ് മനുഷ്യൻ്റെ ജീവിത രീതിയിൽ കൊണ്ടുവന്നത്. ചക്രം, അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി അല്ലേ, വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തമായിരുന്നു എന്ത്? ഇൻഫർമേഷൻ ടെക്നോളജി. എന്താണ്? വിവര സാങ്കേതിക വിദ്യ അല്ലേ. അപ്പോൾ ക്യാൻ മെഷീൻസ് തിങ്ക് അല്ലേ, മെഷീൻസിന് ചിന്തിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കപ്പെട്ടത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, വളരെ പണ്ടല്ലേ. അലൻ ട്യൂറിങ്ങിൻ്റെ കാലത്ത് തന്നെ അത്തരത്തിലുള്ളൊരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഏകദേശം എന്താണ്, റിയാലിറ്റിയിലോട്ടൊക്കെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തിങ്ക് ചെയ്യാൻ പറ്റും. ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു അതോറിറ്റി ആർക്ക് കിട്ടിയിട്ടില്ല. ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആർക്ക് കിട്ടിയിട്ടില്ല? നമ്മുടെ കമ്പ്യൂട്ടറിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയ സംഭവം മൊത്തം കൊളാവാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, എന്തായാലും മെഷീൻസിന് ചിന്തിക്കാൻ കഴിയുമോ എന്ന് പണ്ട് കാലം മുതലേ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഇൻവെൻഷൻസ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആകത്തുകയാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് സഹകാരിയുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി നമുക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പോകും. IoT എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊരു ചോദ്യം 2024 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് തരത്തിലുള്ള നമ്പർ സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ IT ഇൻട്രൊഡക്ഷനെ ബന്ധപ്പെടുത്തി ഒത്തിരി PYQs വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ അല്ലേ, എവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റം. നമ്മുടെ ഒരുപാട് നമ്പർ സിസ്റ്റംസ് ഈജിപ്ഷ്യൻ സംസ്കാര കാലം മുതൽ തന്നെ ആൾക്കാർ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എവല്യൂഷൻ കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഏത് ചോദ്യം നമുക്ക് ഈ പറഞ്ഞ മേഖലയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോൺഫിഡൻസ് നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ധർമ്മം. അപ്പോൾ നിങ്ങളപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഫോണ് DND മോഡിലേക്ക് ആക്കിയിടുക. DND എന്ന് ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലേ. അങ്ങനെ ആക്കിയിട്ട് മാത്രം ക്ലാസ് കണ്ടു തുടങ്ങുക. നോട്ട് ആവശ്യമെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അവസാനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വിളിച്ച് പറയണം. ഏറ്റവും റീസെൻ്റ് ആയിട്ട് PSCയിൽ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു ഡിസ്കസ് ചെയ്ത് പോകാം. അസർഷൻ റീസണിംഗ് എന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകാം. പക്ഷെ എന്ത് ചെയ്യണം? അവസാനം വരെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ നമുക്ക് വേഗം പറഞ്ഞു പോകാം. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. നമുക്കറിയാം ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലേ. എന്താ അതിനകത്തുള്ളത്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ അല്ലേ. ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എന്താ ഹാർഡ്വെയർ, എന്താ സോഫ്റ്റ്വെയർ? നമുക്കറിയാം തൊടാൻ കഴിയുന്ന സാധനങ്ങളെ എല്ലാം ചേർത്ത് നമുക്ക് ഹാർഡ്വെയർ എന്ന് വിളിക്കാം. എന്നാൽ നമുക്ക് നേരിട്ട് കൈകൊണ്ട് സ്പർശിക്കാനോ നേരിട്ട് കണ്ണുകൊണ്ട് കാണാനോ പറ്റാത്ത സാധനങ്ങളെ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം അല്ലേ. കാണാനും തൊടാനും പറ്റിയാൽ അത് ഹാർഡ്വെയർ, ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. നമ്മുടെ ബോഡി എടുക്കുമ്പോൾ ഇത് ഹാർഡ്വെയർ, ഇതിനകത്തുള്ള ജീവനും ചിന്തയും എല്ലാം അതിൻ്റെ സോഫ്റ്റ്വെയർ. ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉപകരണം ഉണ്ടാക്കി അവിടെ വെച്ചാൽ അത് പ്രവർത്തിക്കില്ല എന്ന് സാരം. അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ രൂപത്തിൽ 2
തരത്തിലുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കമ്പ്യൂട്ടറോട് ഫീഡ് ചെയ്താൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സാധനമാണ് എന്ത്, കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ? ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് അല്ലേ, അൺഓർഗനൈസ്ഡ് ആയുള്ള സാധനം, അതിനെ എന്തായിട്ട് മാറ്റും, ഇൻഫർമേഷൻ ആയിട്ട് മാറ്റും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ. സ്പെസിഫിക് ആയിരിക്കണം കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. ഗിഗോ അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടിലേക്ക് വരത്തുമില്ല. അങ്ങനെയുള്ള ഒരു ഉപകരണത്തെയാണ് എന്ന് വിളിക്കുക, കമ്പ്യൂട്ടർ എന്ന് വിളിക്കുക. ഇനി ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ദ വേർഡ് കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം എന്ത് ഭാഷ? ഏതാ മക്കളെ? ലാറ്റിൻ ആണ് ഭാഷ. ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന വാക്ക് ഏതാ? കമ്പ്യൂട്ടറെ. എന്താണ്? കമ്പ്യൂട്ടറെ. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? വിച്ച് മീൻസ് ടു കാൽക്കുലേറ്റ്. എന്താണ്? ടു കാൽക്കുലേറ്റ്, കണക്ക് കൂട്ടുവാൻ എന്നർത്ഥം അല്ലേ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ, ലാറ്റിൻ വാക്ക് എന്നാണ് കമ്പ്യൂട്ടർ വന്നത്, കമ്പ്യൂട്ടറെ എന്ന് പറയുന്ന വാക്ക് എന്നാണ് വന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കാൽക്കുലേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഈ ഒരു സ്ലൈഡിൽ നിന്ന് കൃത്യമായിട്ട് ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കാര്യങ്ങൾ പണ്ട് കാലം തൊട്ടേ ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബാക്കി ഈ കമ്പ്യൂട്ടർ ഡിവിഷൻ ഒന്നും പഠിച്ചു വെക്കേണ്ട, എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ലാറ്റിൻ പദമാണ് അല്ലേ. ലാറ്റിൻ പദമായിട്ടുള്ള കമ്പ്യൂട്ടറെ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വന്നത്. ഈ പദം എന്താ അർത്ഥമാക്കുന്നത്? ടു കാൽക്കുലേറ്റ് എന്നാണ്. എന്താണ്? ടു കാൽക്കുലേറ്റ്, കണക്ക് കൂട്ടുവാൻ. ഇനി ഫിയർ ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ച് ഒരാൾക്ക് ഭയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? സൈബറോഫോബിയ എന്ന് വിളിക്കുന്നു. എന്താണ്? സൈബറോഫോബിയ എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്ക് ഒരുപാട് ഭയങ്ങളുണ്ട്. നിക്റ്റോഫോബിയ, ഒരുപാട് ഭയങ്ങളുണ്ട് അല്ലേ. നമുക്ക് അഗോറോഫോബിയ, അല്ലെങ്കിൽ ഒരുപാട് ഭയങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഉയരത്തെക്കുറിച്ചുള്ള പേടി, ഇരുട്ടിനെ കുറിച്ചുള്ള പേടി. അപ്പോൾ അതിനെല്ലാം ഓരോ ഫോബിയാസ് ആണ്. കമ്പ്യൂട്ടർ ഒരാൾക്ക് എന്താണ് ജീവിതത്തിൽ കമ്പ്യൂട്ടർ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കണമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഒരു അകാരണമായ ഭയം ഉണ്ടാകുന്നു. ഐ കാൻ ഡു ദാറ്റ്, അല്ലെങ്കിൽ ഇതെന്നെ നമ്മുടെ ഭാവിയെ നശിപ്പിക്കും, അങ്ങനെയൊക്കെ ഒരു അകാരണമായ ഭയം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ അവസ്ഥയാണ് സൈബറോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുമായിട്ട് IT ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നോക്കുന്നത് ഗിഗോ കേട്ടോ. ഗിഗോ പണ്ടോട്ട് നിങ്ങൾ കേൾക്കുന്നതാണ്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. എന്താ ഗിഗോ? ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിരിക്കണം. നേരത്തെ പറഞ്ഞു അല്ലേ, കമ്പ്യൂട്ടർ എങ്ങനെ തരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരൂ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഡാറ്റയും കറക്റ്റ് ആയിരിക്കണം, ഇൻസ്ട്രക്ഷനും കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നോക്ക്, ഇവിടെ ഒരു വിഷയമുണ്ട്. എന്താണ്? നമ്മൾ കൊടുക്കുന്ന സാധനം മോശമാണെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്താൽ നല്ലത് വരണേ തമ്പുരാനേ എന്ന് ഇങ്ങനെ പറയൂലേ. അതേപോലെ നല്ലത് കൊടുത്താൽ എന്ത് വരും? നല്ലത് കിട്ടും. ചീത്ത കൊടുത്താൽ ചീത്ത കിട്ടും. നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവന് നല്ലത് പഠിപ്പിച്ചാൽ അവൻ നല്ലത് ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കേണ്ടത് അല്ലേ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ പ്രോഗ്രാം കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഗിഗോ? എന്താണ് മക്കളെ? ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. എന്താണ്? ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട് ചോദിക്കും. ഗിഗോ സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്ന് ചോദിക്കും. ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. മറന്നുപോലെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് അഡ്വാൻറ്റേജസ്. എന്നാലും നമ്മുടെ NCERT അല്ലേ, +1 കോമേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 1 നമുക്ക് പ്രധാനമായിട്ടും ഒരു 1, 2, 3, 4, 5 അഡ്വാൻറ്റേജസ് എടുത്ത് പറഞ്ഞിട്ട് 2 ലിമിറ്റേഷനും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഒന്ന്, സ്പീഡ്, വേഗത അല്ലേ. കമ്പ്യൂട്ടറിനേക്കാൾ വേഗതയിൽ കണക്ക് കൂട്ടിയ ഇന്ത്യക്കാരുടെ പേരെന്താണ്? അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കാലം ഒരുപാട് മുന്നെയാണ് കേട്ടോ. ഒരുപാട് കാലം മുന്നെയാണ് ഈ സംഭവം. പക്ഷേ എന്താ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്കൊരു മനുഷ്യനെ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ മത്സരിപ്പിക്കാൻ കഴിയില്ല ഇൻ ടേംസ് ഓഫ് സ്പീഡ്. കാരണം എന്താണ്? മൈക്രോ പ്രോസസറൊക്കെ അത്രമാത്രം വികസിച്ചു പോയി അല്ലേ. എന്താ സംഭവം? എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ഓർ ഇൻ എ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് അല്ലേ. മില്യൺ കണക്കിന് ഓപ്പറേഷൻസ് ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സിൽ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറൊക്കെ നിർവഹിക്കാൻ കഴിയും അല്ലേ. നോക്കുക, നമ്മൾ ഒരു മനുഷ്യൻ എന്താണ് വർഷങ്ങളോ മാസങ്ങളോ കൊണ്ട് ചെയ്യുന്ന കാര്യം 1 മിനിറ്റ് കൊണ്ട് കമ്പ്യൂട്ടറിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ
സെൻസസ് സെൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 വർഷ കാലയളവിന് മുന്നേ ഉള്ള സെൻസസുകളെല്ലാം എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്? ഒരാളൊരു പേപ്പറും കൊണ്ടുവരും, ഈ പേപ്പർ കൊണ്ടുവന്ന് ഡാറ്റ എഴുതിയെടുക്കും, ഓരോ വാർഡിനെയും ഡാറ്റ എഴുതിയെടുക്കും, അത് പഞ്ചായത്ത് തലത്തിൽ ക്രോഡീകരിക്കും, അതിനുശേഷം അതിൻ്റെ ഹയർ അതോറിറ്റി അയക്കും, അവിടുന്ന് ഡാറ്റ എൻട്രി പരിപാടിക്ക് നടക്കും, അതെല്ലാം ചെയ്തിട്ട് കണക്കൂട്ടി പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്ന ഫിഗറാണ്. 2-2.5 വർഷം എടുക്കും ഈ പണി തീരാനായിട്ട്. എത്ര പേരുടെ അധ്വാനമല്ലേ പണ്ടത്തെ സെൻസസ് അല്ലേ? ഇപ്പം എന്താ സംഭവിക്കുന്നത്? അതായത് നമുക്ക് നേരത്തെ ഇപ്പം ഈ 5 വർഷം മുന്നേ ആണെങ്കിൽ കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചാലേ ഇത് ഈ 2 വർഷം കൊണ്ട് തീരത്തുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ജോലിയായിരുന്നു പണ്ട്. മനസ്സിലായില്ലേ? അത്രയും പേപ്പർ വർക്കായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഡാറ്റ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വെച്ച് ഇത് കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ എൻട്രി ആയിട്ടാണ് അവിടെ ബാക്കി കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരുന്നത്. ആ ഡാറ്റ എൻട്രിക്കാണ് സമയം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ ചെയ്തത്? ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊണ്ടുവരാണ് അല്ലേ? ആപ്ലിക്കേഷൻ കൊണ്ടുവരണം. മൊബൈൽ വെച്ചോ അല്ലെങ്കിൽ ടാബ് വെച്ചോ മാത്രം ഡാറ്റ കളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, വളരെ ഫാസ്റ്റായിട്ട് ഇന്നത്തെ കണക്ക് നമുക്ക് ഇന്ന് തന്നെ ഔട്ട് കിട്ടും. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. ആ സ്പീഡ് അല്ലെ, അത്രയും അല്ലെ, 1 മാസം കൊണ്ടൊക്കെ മനുഷ്യർ ചെയ്തിരുന്ന ആ പണി കമ്പ്യൂട്ടർ മിനിറ്റുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. സ്പീഡ് ഒന്നാമത്തെ ഗുണം, വേഗത അല്ലേ? വേഗത ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താ മക്കളെ? ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താണ്? ആക്യുറസി അത് തന്നെ. വളരെ വളരെ ആക്യുറേറ്റ് ആണ്. നമ്മളൊരു വെടി വെച്ച് കഴിഞ്ഞാൽ കൊള്ളേൻ്റെ അടുത്ത് കൊള്ളും. അത് ഭയങ്കര ആക്യുറേറ്റ് ആണെന്ന് പറയും. അതാണ് എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് എ വെരി ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. വളരെ ഉയർന്ന ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഫ്യൂവർ എറേഴ്സ് ഇൻ ദ ഔട്ട്പുട്ട് അല്ലേ? ഔട്ട്പുട്ടിൽ എറേഴ്സ് വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ പ്രിസിഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ കട്ടായിട്ടുള്ള സാധനമായിരിക്കും നമുക്കിവിടെ നടക്കുക. എന്താണ് ആക്യുറസി? എന്താണ് ആക്യുറസി? കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ 4ഉം 2ഉം വെച്ച് നമ്മൾ കൂട്ടുന്നു. അപ്പോൾ 4, 2, 6 നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, കമ്പ്യൂട്ടറിന് പെട്ടെന്ന് പറയാൻ പറ്റും. അതിന് കൊടുത്ത് നമുക്ക് പ്രോഗ്രാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ 1,39,422ഉം 2,82,527 തമ്മിൽ കൂട്ടാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു നിമിഷം ഒന്ന് നോക്കാം, എന്തുട്ടാ പറഞ്ഞേട്ടാ എന്ന് ചോദിക്കും അല്ലേ? കാര്യം ഇവിടെ നിന്ന് കേട്ട കുറേ സാധനം ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഒന്നുകൂടെ പറ എന്നിട്ട് നമ്മൾ എഴുതിയിട്ട് നമ്മൾ കൂട്ടി വെക്കും. കമ്പ്യൂട്ടറിന് 4ഉം 2ഉം തമ്മിൽ കൂട്ടുന്ന അതേ സമയം മതി ഈ പറഞ്ഞ 2 തുക തമ്മിലും കൂട്ടാൻ. തെറ്റുകൾ അവിടെ സംഭവിക്കില്ല. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ത് മക്കളെ? ആക്യുറസി. മറന്നു പോകരുത്. അടുത്ത എന്താണ്? ഡിലിജൻസ്. എന്താണ് ഡിലിജൻസ്? എന്താ ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കാണെങ്കിൽ ഒരു പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ പോകേണ്ടി വരും, ബ്രേക്ക് എടുക്കാൻ പോകേണ്ടി വരും, വാട്സാപ്പ് നോക്കും. നമ്മൾ മടുത്തു പോവല്ലേ? എങ്ങനെ? റൊട്ടീനായിട്ടുള്ള ജോബുകൾ ചെയ്യുമ്പോഴത്തേക്കും റൊട്ടീനായിട്ടുള്ള പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എന്താണ്? മടുത്തു പോകും. പക്ഷേ കമ്പ്യൂട്ടർ നമുക്കറിയാം അതൊരു മെഷീനാണ്, മടുപ്പൊന്നും ഉണ്ടാകത്തില്ല. മനുഷ്യരെ പോലെയല്ല, ഇറ്റ് വിൽ നോട്ട് ഷോ എനി ഇമോഷൻ ഓർ ഡിസോബേ യു. നിങ്ങളെ അനുസരിക്കാൻ പോടോ, എനിക്ക് മതി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആര് പോകില്ല? കമ്പ്യൂട്ടർ പോകില്ല. ഡിലിജൻസ് അല്ലേ? എന്താണ്? ഫോർ ലോങ് അവേഴ്സ്, ഒരുപാട് മണിക്കൂറുകൾ ഒരു വിഷമവും ഇല്ലാതെ ഒരു ക്ഷീണവും ഇല്ലാതെ അല്ലേ വർക്ക് ചെയ്യാനുള്ള കഴിവിനാണ് ഡിലിജൻസ് എന്ന് പറയുക. ഡിലിജന്റ്. ഓക്കെ, പണ്ട് സഹകാരി തുടങ്ങിയ സമയത്ത് ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ജോലി സമയം രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം ഒരു 10:30 മണി വരെയൊക്കെ പോകും. നമ്മൾ ഡിലിജന്റ് ആണ് അല്ലേ? ഓക്കെ, എന്നാൽ നമ്മൾ അവിടെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും, ശരിയാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് ആ ബ്രേക്കിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ വെർസാറ്റിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിന് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ അത്ര വെർസറ്റൈലാണോ മക്കളെ? നമ്മൾ അത്ര കണ്ട് വെർസറ്റൈലല്ല. ചില ആൾക്കാർ നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും, പടം വരയ്ക്കുകയും ചെയ്യും അല്ലേ? ചില ആൾക്കാർ 2 കൈ കൊണ്ട് 2 രീതിയിൽ എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് ഇതുപോലെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് ഈ 2 കാര്യത്തിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക. കമ്പ്യൂട്ടറാണെങ്കിൽ 2 അല്ല 3, 4, 5 കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. അതിനെയാണ് വെർസാറ്റിലിറ്റി എന്ന് പറയുക അല്ലേ? കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസിങ് ടാസ്ക് അല്ലേ? ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോസസിങ് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വീഡിയോ എഡിറ്റ്
ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ സമയത്ത് തന്നെ ബാക്കിൽ നമുക്ക് ഏതെങ്കിലും കോപ്പി പേസ്റ്റിംഗ് പരിപാടി ഇട്ടേക്കാം അല്ലേ. ഇത് കുറേ ഫയൽസ് നമുക്ക് അങ്ങോട്ട് കോപ്പി ചെയ്യണം, അതവിടെ കോപ്പി ചെയ്ത് നടക്കും, നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ റെൻഡറിങ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് അതിനെ റെൻഡർ ചെയ്ത് കോപ്പി ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അത് ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ആ സമയം റെൻഡർ ഇട്ടിട്ട് നമുക്ക് അടുത്ത ഫോട്ടോഷോപ്പിൽ പോയി വർക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നതാണ് വെർസാറ്റിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ? സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വെർസാറ്റിലിറ്റി. വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ ഈ വാക്ക് മറന്നു, ഡിലിജൻസും വെർസാറ്റിലിറ്റി മറന്നു. കാരണം നമുക്ക് ആ വാക്കുകൾ പൊതുവെ സാധാരണക്കാരനായ ഒരു ആൾക്ക് അത്ര വലിയ പരിചയമില്ലാത്ത വാക്കുകളായതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സാറ് ഈ 2 വാക്കുകൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വളരെയേറെയാണ്. നോക്കാം. ഇനി അടുത്ത ഹ്യൂജ് മെമ്മറി. ഹ്യൂജ് മെമ്മറി നമുക്കറിയാം, കമ്പ്യൂട്ടറിന് ഇനോമസ് മെമ്മറി ഉണ്ട് അല്ലേ, ഇഷ്ടം മാതിരി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എങ്ങനെ നമ്മുടെ ഇത് മെമ്മറി കാർഡ് വന്നപ്പോഴത്തേക്ക് ആദ്യം 512 516 അത്ര MB കാർഡായിരുന്നു പണ്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ അത്ര 512 MB, പിന്നെ 1 GB കാർഡ്, പിന്നെ 2 GB കാർഡ്, പിന്നെ 6 GB 8 GB അല്ലേ. അങ്ങനെ കാര്യങ്ങൾ നടന്നു വന്നു. ഇപ്പോഴൊക്കെ ഒരു മൊബൈലിൻ്റെയൊക്കെ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും 1 TB 1 ടെറാബൈറ്റ് വരെ, അതായത് 1024 GB ഉൾക്കൊള്ളുന്ന 1 ടെറാബൈറ്റ് വരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഒരു മൊബൈലിൻ്റെയൊക്കെ. അല്ലെങ്കിൽ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐഫോണിലൊക്കെ ആണെങ്കിൽ 1 TB ഐഫോണുണ്ട്, അതിൻ്റെ പകുതി ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത്രയും മെമ്മറി, അമ്മാതിരി മെമ്മറി എന്തിനുണ്ട്, ഇപ്പോൾ നിലവിൽ കമ്പ്യൂട്ടറുണ്ട്. മാത്രമല്ല നമുക്ക് ആവശ്യമെങ്കിൽ എന്താണ്, അത് വർദ്ധിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് അല്ലേ. നമുക്കതിനെ എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ മെമ്മറി നമുക്ക് ആടിയെടുത്തുകൊണ്ട് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹ്യൂജ് മെമ്മറി, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 3, 4, 5 മൂന്നാമത്തെ 4ാമത്തെ പോയിന്റ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഇനി 2 ലിമിറ്റേഷൻ പറയുന്നു. എന്താ? ലാക്ക് ഓഫ് ഐക്യുവിൻ്റെ കുറവ്. എന്താ? ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യന് വേണ്ടി മാത്രമുള്ള സാധനമാണ്. IQ മനുഷ്യന് മാത്രമുള്ളതാണ്. അതായത് മക്കളെ പലപ്പോഴും നമുക്ക് തോന്നും, നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ AI ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോഴത്തേക്കും കോഡ് ചെയ്യുന്നു, കോഡ് എഴുത്തരുന്നു, അത് ചെയ്യുന്നു, നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു, അത് ആലോചിച്ച് പറഞ്ഞു തരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, കമ്പ്യൂട്ടറിന് എന്തുണ്ട്, ഒരു സൂപ്പർ ഹ്യൂമൻ ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് അല്ലേ. അത് ശരിയല്ല, തെറ്റാണ്. അത് തെറ്റാണ്. അതായത് നമുക്കുള്ളതുപോലെയുള്ള ഇമോഷണൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ശേഷിയോ ഇപ്പോഴും എന്തിനായിട്ടില്ല, AIക്കാവട്ടെ കമ്പ്യൂട്ടറിനൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അത് കൊടുക്കാനും പാടില്ല. അങ്ങനെ ഒരു അതോറിറ്റിയിലേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ സംഗതി കുഴപ്പമാവും. നമ്മൾ എന്തിനൻ സിനിമ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. എന്തിനൻ സിനിമയിൽ ആദ്യമായിട്ട് ഈ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ റോബോട്ടിന് എന്ത് ചെയ്യുന്നു, വികാരം ഫീൽ ചെയ്യുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഹൈ ലെവൽ സാധനമാണ്. അതിനുള്ള സോഫ്റ്റ്വെയർ എന്തിലില്ല, അതിൻ്റെ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരു കാര്യത്തിൽ നമ്മൾ ഒരിടത്ത് എടാ എന്ന് വിളിച്ച് നമ്മൾ പോടാ എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ സ്രവിക്കപ്പെടുന്ന കുറേ കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ആ ഒരു ആങ്കർ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ, ഡിസിഷൻസ് എല്ലാം ഈ ആങ്കർ, ഫിയർ ഇതുപോലുള്ള വികാരങ്ങളുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് കിടക്കുന്നു അല്ലേ. ഒരിക്കലും നമുക്ക് ഈ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ വികാരങ്ങളെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവറിലേക്കും പലപ്പോഴും എത്താൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴുള്ള AI ടൂൾസ് ഒന്നും ഡിസിഷൻ എടുക്കാറില്ല, പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും. കാരണം എന്താ, ആസ് പെർ ദ ഡാറ്റ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഉപദേശം അവർ തരും, AI തരും. നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും, നല്ലത് കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും. ഈ കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തരും. പക്ഷേ തീരുമാനം നീ ഇന്നതേ ചെയ്യാവൂ എന്ന് ഒരു AIയും പറയില്ല, നീ ഇത് തന്നെ ചെയ്യണം എന്നൊരിക്കലും പറയില്ല. അങ്ങനെ തീരുമാനം എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആർക്കില്ല, കമ്പ്യൂട്ടറില്ല. അതുപോലെ എന്താണ്, IQ എന്ന് പറയുന്ന സാധനവും ആർക്കില്ല, കമ്പ്യൂട്ടറിനില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇതാണ് 2 പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസിന് നമുക്ക് ഒന്നും കൂടെ എടുത്ത് പറയുന്നു. 1 സ്പീഡ് പറഞ്ഞു, 2 ആക്യുറസി പറഞ്ഞു, 3 ആട്ടോമേഷൻ. ഇതും കൂടെ പറഞ്ഞു പോകണം. ആട്ടോമേഷൻ എന്താ? ആട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ, ഓട്ടോമേഷൻ നമുക്ക് നിരന്തരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കൃത്യമായ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ചുമ്മാ ഒരു എക്സൽ ഷീറ്റ് എടുക്കാം മക്കളെ. എക്സൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണക്ക് കൂട്ടുവാനും അതുപോലെ ഡാറ്റയെ കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം എക്സൽ ഷീറ്റ്. ഒരുപാട് കോളങ്ങളുണ്ട് എക്സൽ ഷീറ്റിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ.
അപ്പോൾ ഈ എക്സൽ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഓട്ടോമേഷൻ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താണ് എ എന്ന് പറയുന്ന കോളത്തിൽ വരുന്ന സാധനത്തിനെല്ലാം ബിയിൽ വരുന്ന കോളത്തിലെ സാധനം കൊണ്ട് ഗുണിച്ച് സിയിൽ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ഫോർമുല കൊടുത്താൽ മാത്രം മതി അല്ലേ. ആ സെല്ലിൻ്റെ അഡ്രസ്സും അല്ലേ, ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഇൻറ്റു മാർക്കിട്ട് അടുത്ത സെല്ലിൻ്റെ അഡ്രസ്സും കൊടുത്ത് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എപ്പോഴും ഇരുന്ന് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, എപ്പോഴും ഇരുന്ന് കാൽക്കുലേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പ്രോഗ്രാമബിലിറ്റി, നമുക്ക് എന്താണോ വേണ്ടത് ഔട്ട് ഓഫ് ദിസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദിസ് മെഷീൻ നമുക്ക് എന്താണ് വേണ്ടത് അതിന് ആവശ്യമുള്ള തരത്തിലുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ പ്രോഗ്രാമബിലിറ്റി. അതുപോലെ ഡിലിഗൻസ് നേരത്തെ പറഞ്ഞു അല്ലേ, ഡിലിഗൻസ് പറയുമ്പോൾ എന്താണ്, ഒന്ന് പോടാന്ന് എഴുന്നേറ്റ് പറയില്ല, ചായ കുടിക്കണിച്ച് പോകത്തില്ല, അൺടയറിംഗിൽ ഇരുന്ന് പണിയെടുത്തുകൊള്ളും അല്ലേ. വെർസാറ്റിലിറ്റി, ഒരേ സമയം മൾട്ടി ടാസ്കിങ്, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാനുള്ള കഴിവുണ്ട് കമ്പ്യൂട്ടറിന്. അതുപോലെ ഹ്യൂജ് മെമ്മറി, നേരത്തെ പറഞ്ഞ കാര്യമാണ്. റിലയബിലിറ്റി, നമ്പാൻ കൊള്ളാം. കാര്യം എന്താ, ഇത്രയേ ഉള്ളൂ, 4ഉം 6ഉം തമ്മിൽ കൂട്ടുമ്പോഴത്തേക്കും 10 ആണ് എന്നാണ് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ കൊടുത്ത പ്രോഗ്രാം എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ 2-3 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും കിട്ടുന്ന സാധനം ശരിയായിരിക്കും, ഉറപ്പായിട്ടും കറക്റ്റ് ആയിരിക്കും. അതാണ് റിലയബിലിറ്റി. അവനെ നമ്പാൻ കൊള്ളാം, സംഖ്യ കൂടിയനുസരിച്ച് അവൻ തെറ്റ് വരുത്തില്ല. അപ്പോൾ ലിമിറ്റേഷൻസ് നോക്കാം മക്കളെ, ഏതൊക്കെയാണെന്ന്. ലാക്ക് ഓഫ് ഐക്യുവിൻ്റെ കുറവ് അല്ലേ, ഐക്യു ഇല്ല. അതുപോലെ എന്താണ്, ഡിസിഷൻ മേക്കിംഗ് പവർ മാർക്കില്ല, കമ്പ്യൂട്ടറിനില്ല, മറന്നു പോകരുത്. ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നോക്കിക്കൊള്ളാം. ഇനി അടുത്ത ഡാറ്റ. എന്താണ് ഡാറ്റ? ഡാറ്റ ഡിനോട്ട്സ്. എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ നോക്കാം, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഫാക്റ്റും ഫിഗറുമാണ്, അത് റോ ആണ്, അതായത് പ്രോസസ്ഡ് അല്ല. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. അതിനകത്ത് എന്തൊക്കെ വരും, നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്സ്, ക്വാണ്ടിറ്റി, അത് കൃത്യമായിട്ട് അടുക്കിയിട്ടില്ല, അത് പ്രോസസ്സ് ചെയ്തിട്ടില്ല. പ്രോസസ്സ് ചെയ്യപ്പെടാൻ സാധനത്തിന് നമ്മളെന്ന് വിളിക്കുക, ഡാറ്റ എന്ന് വിളിക്കുക. എല്ലാ മോഡേൺ കമ്പ്യൂട്ടേഴ്സും എന്തിനാണ്, ഡാറ്റയിലാണ് പ്രവർത്തിക്കുന്നത്, മറന്നു പോകരുത്. അതുപോലെ ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ലാറ്റിൻ പദമാണ്. അതും എന്താണ്, ലാറ്റിൻ പദമാണ്. പദം എന്താണ്, ഡാറ്റം എന്നാണ് പദത്തിൻ്റെ പേര് അല്ലേ, എന്താണ്, ഡാറ്റം. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് പരിചയപ്പെടാം. എന്താണ് ഡാറ്റ എബൌട്ട് ഡാറ്റ? എന്താ അത്, മെറ്റാ ഡാറ്റ. നോക്കൂ, ഡാറ്റ എബൌട്ട് ഡാറ്റ അല്ലേ, ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു മക്കളെ, നമ്മളൊരു വേർഡ് ഫയൽ എടുക്കുന്നു, ആ വേർഡ് ഫയൽ നിങ്ങൾ എഴുതി വെക്കുന്നു, ഞാൻ എഴുതി വെക്കുന്നു മൈ നെയിം ഈസ് ശ്യാം അല്ലേ, മൈ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ഡാഷ്. ഇത് ഞാനൊരു ഡാറ്റയാണ്. അത് ഞാൻ സേവ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഇൻപുട്ട് ഞാൻ കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, ഒരു വേർഡ് ഫയലിൽ ഞാൻ സേവ് ചെയ്തു, നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്തു. അപ്പോൾ അത് ഡാറ്റയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡാറ്റ ഉണ്ടായിരിക്കും. ഈ ഡാറ്റ ഞാനെന്നുണ്ടാക്കി അല്ലേ, അതിൽ എത്രത്തോളം സൈസ് ഉണ്ട്, അത് നമ്മുടെ കമ്പ്യൂട്ടറിന് എത്രത്തോളം സ്ഥലം അത് എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡാറ്റകൾ അല്ലേ, അങ്ങനെയുള്ള ഡാറ്റകൾ എന്ന് വിളിക്കുക മെറ്റാ ഡാറ്റ എന്ന് വിളിക്കുക അല്ലേ. ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയാണെന്ന് വിളിക്കുക മെറ്റാ ഡാറ്റ. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഇൻഫർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവര സാങ്കേതിക വിദ്യയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. വിവരം എന്താണ് പ്രോസസ്ഡ് ഡാറ്റയാണ് എന്ന് വിളിക്കുക, ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. എന്താണ് ഇൻഫർമേഷൻ, എന്താണ് പ്രോസസ്ഡ് ഡാറ്റയാണ് എന്ത്, ഇൻഫർമേഷൻ എന്ന് വിളിക്കുക, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്, എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അതിനകത്ത് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്സ്, ക്വാണ്ടിറ്റി എല്ലാം ഉൾപ്പെടാം. അതിന് നമുക്ക് മറ്റൊരു രീതിയിലേക്ക് അല്ലേ, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഡാറ്റ എന്ന് വിളിക്കുക. അതുപോലെ എല്ലാ മോഡേൺ കമ്പ്യൂട്ടേഴ്സും ഡാറ്റയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ ടേം എവിടെ നിന്നാണ് വന്നത്, ലാറ്റിൻ വേർഡായിട്ടുള്ള ഡാറ്റം എന്ന് പറയുന്ന വേർഡ് നിന്നാണ് ഈ ഒരു ടേം വന്നത്. ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ എന്താണ്, മെറ്റാ ഡാറ്റയാണ്. പ്രോസസ്ഡ് ഡാറ്റയെ വിളിക്കുന്ന പേരെന്താണ്, ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വിവരം എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ എന്താ ഇൻഫർമേഷൻ നോക്കാം, പ്രോസസ്ഡ് ഡാറ്റ അല്ലേ. അതുപോലെ ഇൻഫർമേഷൻ്റെ പ്രത്യേകതയുണ്ട്, അതിനൊരു മീനിങ് ഫുൾ മെസ്സേജ് നമുക്ക് തരാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സാധനം കുറേ നമ്പേഴ്സും അക്കങ്ങളും ലെറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് അത് എന്തിനാണ് കൊടുക്കുന്നത്, ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനമായി പുറത്തേക്ക് തരാനാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്ഡ് ഡാറ്റയാണ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. ആ ഇൻഫർമേഷൻ എന്ത് തരാൻ പറ്റും, നമുക്കൊരു വിവരം തരാൻ പറ്റും. അതുകൊണ്ടാണ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു മീനിങ് ഫുൾ മെസ്സേജ് കൺവേ ചെയ്യാൻ കഴിയും ഇൻഫർമേഷന്. അപ്പോൾ ഡാറ്റ ചേർന്ന് ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് എന്താക്കി, നമ്മൾ ഇൻഫർമേഷൻ ആക്കി. അപ്പോൾ നോക്ക്, ആ പരിപാടിക്ക് പറയുന്ന പേരാണ് ഡാറ്റ
ഡാറ്റ പ്രോസസ്സിംഗ് അല്ലേ, എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ്, കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ്. അത് എന്ത് ചെയ്യുന്നു? ദാറ്റ് കൺവേർട്സ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ, ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡാറ്റ പ്രോസസ്സിംഗ്. എന്താണ്? ഡാറ്റ പ്രോസസ്സിംഗ്. മറന്നു പോകില്ല, വലിയ കാര്യമൊന്നുമില്ല അല്ലേ. ഇനി ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആരാണ്? ഹെർമൻ ഹോളെർത്ത്. ആരാണ് മക്കളെ? ഹെർമൻ ഹോളെർത്ത്. ആരാണ്? ഹെർമൻ ഹോളെർത്ത്. ഒരുപാട് പേരുകൾ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ ഹോളെർത്തിന്റെ മെഷീനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആരാ ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആരാണ്? ഹെർമൻ ഹോളെർത്ത്. ആരാണ്? ഹെർമൻ എന്ന് പറഞ്ഞു, ഒന്ന് ഉറച്ചു പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ? ഹെർമൻ ഹോളെർത്ത്. ആരാണ്? ഹെർമൻ ഹോളെർത്ത്. ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ആരാണ്? ഹെർമൻ ഹോളെർത്ത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോസസ്ഡ് ഡാറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. ഇൻഫർമേഷൻ നമുക്കൊരു കൃത്യമായിട്ടുള്ള മീനിങ് ആയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യാൻ കഴിയും. അതുപോലെ എന്താണ് ഫാദർ ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് അങ്ങനെ പഠിച്ചു, അത് മതി നമുക്ക്. ഹെർമൻ ഹോളെർത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇൻഫർമേഷനായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു ഇവല്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഇവിടെ എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൊസിഷണൽ നമ്പർ സിസ്റ്റങ്ങളുണ്ട്, നോൺ പൊസിഷണൽ ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പൊസിഷണൽ നമ്പർ സിസ്റ്റവും നോൺ പൊസിഷണൽ എന്നും? ഈ നമ്പർ സിസ്റ്റംസ് വിശദമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റംസ് അല്ല കേട്ടോ പഠിക്കുന്നത്. നമ്മുടെ ചരിത്രാതീത കാലം തൊട്ട് നമുക്ക് ഡെവലപ്പായി വന്നിട്ടുള്ള എവല്യൂഷൻ, നമ്പർ സിസ്റ്റങ്ങളിൽ വന്നിട്ടുള്ള എവല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബേസ് പഠിച്ചേ പറ്റൂ. എന്താണ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അക്കങ്ങളുടെ ആകത്തുക എത്ര എണ്ണമുണ്ട്, ഇതാണ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് ആർ ആക്ച്വലി യൂസ്ഡ് ഇൻ ദ ഗിവൺ നമ്പർ സിസ്റ്റം, വാട്ട് എവർ ബി ദ നമ്പർ സിസ്റ്റം. ചൈനീസ് ആണോ, നിനക്ക് ചൈനീസിൽ എത്ര അക്കം ഉണ്ടടാ എന്ന് ചോദിക്കുന്നു. അത് എത്ര? ഇത് 10 അക്കം എങ്കിൽ അതാണ് അതിൻ്റെ ബേസ്. മനസ്സിലായി? ഇനി നിങ്ങൾ എടുക്കുന്നു എന്താണ് ഡെസിമൽ സിസ്റ്റം. ഇതിൽ എത്ര അക്കം ഉണ്ടടാ എന്ന് ചോദിച്ചാൽ എത്രയാണ്? ഡെസിമൽ സിസ്റ്റത്തിൽ 10 ഉണ്ട്. 10 ഉണ്ടാടേ 1 മുതൽ 9 വരെ ഉള്ളൂ. അല്ല, 0 കൂടെ ഉണ്ട് അല്ലേ? യെസ്, 0 കൂടെ ചേരുമ്പോൾ 10 അക്കമായി. അപ്പോൾ എന്താണ് നമ്മളെ ഡെസിമൽ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിന് വേറൊരു പേരും കൊണ്ട് റാഡിക്സ് എന്നൊരു പേരും ഉണ്ട് അല്ലേ. റാഡിക്സ് ഓഫ് റോമൻ നമ്പർ സിസ്റ്റം എന്ന് ചോദിക്കാം. അത് ചോദിക്കില്ല, കാരണം റോമൻ നമ്പർ സിസ്റ്റത്തിൽ എന്തില്ല? റാഡിക്സ് ഇല്ല, കാരണം അതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റം അല്ല. അങ്ങോട്ട് വരാം. അപ്പോൾ എന്താണ് ബേസ് ഓഫ് എ നമ്പർ സിസ്റ്റം? ഇനി നമുക്ക് ബൈനറി നോക്കാം. ബൈനറിയുടെ ബേസ് എത്ര അല്ലെങ്കിൽ റാഡിക്സ് എത്ര എന്ന് ചോദിച്ചാൽ എത്ര? ഉത്തരം 2 ആണ്. കാര്യം എന്താ? 0 ആൻഡ് 1 എന്ന് പറയുന്ന 0 അല്ലെങ്കിൽ 1 ഈ 2 അക്കങ്ങൾ മാത്രമേ ബൈനറിയിൽ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ 2 അക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 2 ആണ് അല്ലേ. അതേസമയം 0, 1, 2, 3, 4 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ മൊത്തം 10 അക്കങ്ങളുണ്ട്. അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എത്രയാണ്? 10 ആണ്. എത്രയാണ്? 10 ആണ്. മറന്നു പോകരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ചെറിയൊരു ഇക്വേഷൻ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. ബേസിന് പകരം റാഡിക്സ് എന്നും ചോദിക്കാം കേട്ടോ. ബേസ് ഓർ റാഡിക്സ് എന്ന് ചോദിക്കാം, മറന്നുപോലെ. അപ്പോൾ എന്താണ് ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ n ബേസ് ആണ്. നമ്പർസിന്റെ ബേസ് n ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉള്ള ഡിജിറ്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 0 മുതൽ n-1. ഇതാണ് കണക്കോ. ഓക്കെ, 0 മുതൽ n-1. ഇപ്പോൾ നമ്മുടെ എന്താണ് ബൈനറിയുടെ ബേസ് 2 അല്ലേ മക്കളെ? നോക്കാം. അപ്പോൾ ബൈനറിയുടെ ബേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0ഉം 1ഉം മാത്രം കിട്ടും. നോക്കാം നമുക്ക്. എന്താണ് വരുന്നത്? 0 to 0 മുതൽ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. n-1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. n എന്ന് പറയുമ്പോൾ എന്താണ്? 2 അല്ലേ. അപ്പോൾ 0 മുതൽ എത്ര? 2-1 എത്രയാണ്? 1 അല്ലേ. അപ്പോൾ 0 മുതൽ 1 ആകുമ്പോൾ 0 to 1 2 അല്ലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നിങ്ങൾ 0 മുതൽ 9 വരെയുള്ള നമ്മുടെ 10 ബേസ് ആയിട്ടുള്ള സിസ്റ്റത്തിലും പരിഗണിച്ച് നോക്ക്. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കൂടെ അവസാനത്തെ ഏറ്റവും വലിയ സംഖ്യയുടെ കൂടെ 1 കൂട്ടുക. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മൈനസ് ഇട്ടൂടെ എഴുതിയിരിക്കുന്നത്. 0 to n-1, 0 to n-1, 0 to n-1, 0 to n-1. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n എന്ന് പറയുമ്പോഴത്തേക്കും ബേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മൊത്തം എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. എല്ലാ നമ്പർ സിസ്റ്റത്തിനും റാഡിക്സ് ഉണ്ട്. എല്ലാ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിനും റാഡിക്സ് ഉണ്ട് അല്ലെങ്കിൽ ബേസ് ഉണ്ട്. അല്ലാത്ത നമ്പർ സിസ്റ്റത്തിന് റാഡിക്സ് ഇല്ല. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ബൈനറിയിൽ നോക്കാം. ബൈനറി നമ്പേഴ്സിൽ 0ഉം 1ഉം ആണുള്ളത്. അതിനെ നമ്മളൊരു ബിറ്റ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാം ബിറ്റ് പിന്നെ ബൈറ്റ് അങ്ങനെ കുറേ മാറി പോകും. മെമ്മറി അല്ലേ. ഓക്കെ, അത് പഠിക്കാം.
ഇനി എവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റം നമുക്കറിയാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ട്, ഒരുപാട് കൾച്ചറുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അല്ലെ, സംസ്കാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും വ്യത്യസ്തമായ രീതിയിലാണ് ഈ നമ്പേഴ്സിനെ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഇവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആവശ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഉദാഹരണത്തിന് ഇവിടെ ഉണ്ട്, ഞാനാണ് ഈ ഒരു സംഘത്തിൻ്റെ തലവൻ, എൻ്റെ കൂടെ 4 പെണ്ണുങ്ങളുണ്ട്, 5 ആണുങ്ങളുണ്ട്. മൊത്തം അറിയണ്ടേ മൊത്തം എത്ര പേര് എൻ്റെ കൂടെയുണ്ട്. കാര്യം എന്താ, കഴിഞ്ഞ പ്രാവശ്യപ്പോഴത്തേക്കും ഇതിനു മുന്നേ നോക്കിയപ്പോഴത്തേക്കും കുറേ പേര് വന്ന് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം അടിച്ചു കൊന്നിട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഇത്ര പേരേ ഉള്ളൂ. അപ്പോൾ അറിയണം എത്ര പേരുണ്ടെന്ന് അറിയണം അല്ലേ, അതിനുവേണ്ടി ഓരോരുത്തർക്ക് ഒരു കമ്പ് കൊടുത്തിട്ട് അവിടെ വെച്ചേക്കാം. അങ്ങനെ കമ്പൊക്കെ വെച്ച് കൂട്ടിയാണ് ആദ്യം നമ്മൾ എണ്ണാൻ പഠിച്ചത്. നമ്മൾ പണ്ട് കുഞ്ഞുനാളിലെ പഠിച്ച പോലെയാണ് മനുഷ്യനും പണ്ട് പഠിച്ചത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ദൂരെ നിന്ന് ഒരുത്തം വരുന്നു, അവൻ്റെ കൂടെ കുറേ ആൾക്കാർ, അപ്പോൾ കുറേ ഉണ്ടല്ലോ, അത് എണ്ണണ്ടേ, കണക്ക് വേണ്ടേ, കണക്ക് വേണം. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റംസ് ആണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ചെമ്മരി ആടുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ആടുകളുണ്ട് അറിയണ്ടേ, അറിയണം. 5 ആടുകളെ കൊടുത്തപ്പോഴത്തേക്കും അവൻ 3 പോത്തിനെ തന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ ബാർട്ടർ സിസ്റ്റംസ് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം കണക്ക് ആവശ്യമായിട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗോത്രവർഗ്ഗക്കാരും അവരുടേതായ രീതിയിൽ, ഓരോ സംസ്കാരങ്ങളും അവരുടേതായ രീതിയിൽ ഓരോരോ നമ്പർ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും പുരാതനമായ നമ്പർ സിസ്റ്റമാണ് എന്ത്, ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം അല്ലേ. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, ഈജിപ്റ്റ് നമുക്കറിയാം ഫറവോൻ്റെ ഒക്കെ ഈജിപ്റ്റ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് പിരമിഡുകളുടെ നാട്, ഒരുപാട് പഴയ സംസ്കാരമാണ്. 3000 BC എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 5000-ഓളം വർഷങ്ങൾക്ക് മുന്നെയാണ് എന്താ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം ഇവോൾവ് ചെയ്തത്. ഇവിടെയും 10 ആയിരുന്നു ബേസ് അല്ലേ, 10 അതിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇത് 1ൻ്റെ ചിഹ്നം, ഇത് 2ൻ്റെ ചിഹ്നം, 3, 4, 5, 6ൻ്റെ ചിഹ്നം അപ്പോൾ 2 സെറ്റായി, 7ൻ്റെ ചിഹ്നം 2 സെറ്റായി, 8ൻ്റെ ചിഹ്നം 2 സെറ്റ്, 9ൻ്റെ ചിഹ്നം 2 സെറ്റ്, 10 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവരൊരു യുണീക്ക് ആയിട്ടുള്ള ചിഹ്നം അതിന് കൊടുത്തു അല്ലേ. 10 ഇതാണ് കേട്ടോ 10. അത് കഴിഞ്ഞ് 20ന് ചിഹ്നമുണ്ട്, അങ്ങനെ എല്ലാത്തിനും ചിഹ്നമുണ്ട്, 30, 40, 50, 60, 100-അടുത്ത ചിഹ്നം, അങ്ങനെ ചിഹ്നങ്ങൾ. ഓക്കെ, അപ്പോൾ നോക്കാം, ദേ ഹാഡ് യുണീക്ക് സിംബൽസ് ഫോർ 0 to 9, 10 to 90 അല്ലേ, അതുപോലെ 100 to 900, അതുപോലെ 1000 to 900, അങ്ങനെ അവർക്ക് യുണീക്ക് ആയിട്ടുള്ള സിംബൽസ് ഓരോന്നിനും ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് പഠിച്ചിരിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരും. 2025 ചോദിച്ച റോമൻ നമ്പർ സിസ്റ്റത്തിന്റെ കാര്യം ചോദിച്ചല്ലേ, നോക്കാം. ഈജിപ്ഷ്യൻസിന് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈജിപ്ഷ്യൻസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ പവർ അല്ലെ 10ന്റെ പവർ റൈറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് 12427 എഴുതിയേക്കുന്നത്. അപ്പോൾ ഏറ്റവും പവർ കൂടിയ സാധനം ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ലെഫ്റ്റ് അല്ലേ, ഈ 1-നാണ് ഏറ്റവും കൂടുതൽ പവർ കൂടുതൽ. അവർക്കാണെങ്കിൽ ഇവിടെ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, എഴുതി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അവിടെ ചോദ്യമൊന്നുമില്ല, ചോദിക്കാൻ സാധ്യതയുള്ള എത്രയേ ഉള്ളൂ. ഈജിപ്ഷ്യൻ നമ്പർസിന്റെ ബേസ് എത്രയാണ്, അല്ലെങ്കിൽ റാഡിക്സ് 10 ആയിരുന്നു കേട്ടോ. ഈജിപ്ഷ്യൻ നമ്പർസിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്തായിരുന്നു, 10 ആയിരുന്നു, മറന്നു പോകണ്ട. അതുപോലെ ഇതും കൂടെ നോക്കി വെച്ചേക്കാം. ഈജിപ്ഷ്യൻസ് വലത് നിന്നും ഇടതിലേക്ക് എഴുതിയതുകൊണ്ട് തന്നെ ഏറ്റവും പവർ കൂടിയ ഒരു ഡിജിറ്റ് എപ്പോഴും റൈറ്റ് സൈഡിലായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇത് എല്ലാ NCERT പറയുന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെ എടുത്ത് വെച്ചേക്കണമെന്നേ ഉള്ളൂ. ദർ ഈസ് നോ അഡീഷൻ. ഏറ്റെടുത്തു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ഓർക്കുമല്ലോ, ആരാണ്, ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഇന്ത്യയിൽ ആരംഭിച്ചത് 1970 വൈറ്റ് റവല്യൂഷൻ. ഇതും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും തമ്മിൽ മാറിപ്പോരുത്. എല്ലാവർക്കും നമസ്കാരം. സാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ 3rd 5-year പ്ലാൻ പഠിച്ചു. 3rd 5-year പ്ലാനും എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് 4th 5-year പ്ലാനിലേക്ക്, 4ാം പഞ്ചവത്സര പദ്ധതിയിലേക്കാണ്. 4th 5-year പ്ലാനിലേക്കാണ്. ഓക്കെ, നോക്കിയാലോ. ഓക്കെ, നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഇന്ന് 4th 5-year പ്ലാനിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്ക്, LGS 2024 LGSന് ചോദിച്ചതാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം. ഏതാണ്ട് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്. കണ്ടോ, സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്ത. 2024 LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത് നോക്കി 2024 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം. അപ്പോൾ 4ാം പഞ്ചവത്സര 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ് എന്നാണ്. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി.
ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ വന്നു. ഇതും 4th 5 ഇയർ പ്ലാനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊക്കെയാണ് 4th 5 ഇയർ പ്ലാനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല വേറെ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയൊക്കെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 4th 5 ഇയർ പ്ലാൻ ആദ്യം മനസ്സിലാക്കുക. പീരീഡ് 1969-74. അപ്പോൾ ഓരോ 5 ഇയർ പ്ലാന്റെയും പോയി പീരീഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഏത് ടെസ്റ്റ് എടുത്ത് നോക്കും നിങ്ങൾ. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ എഴുതിയ ടെസ്റ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും 5 ഇയർ പ്ലാനിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കുക, 4th 5 ഇയർ പ്ലാൻ 69-74. അപ്പോൾ നോക്ക്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 51-56 ആണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 56-61 ആണ്. അടുത്ത എന്താണ്, തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 61-66 ആണ്. എന്നാൽ 4th 5 ഇയർ പ്ലാൻ വരേണ്ടത് 66-71 ആയിരുന്നു, പക്ഷേ വന്നില്ല. കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, പ്ലാൻ ഹോളിഡേ അല്ലേ, പ്ലാൻ ഹോളിഡേ ബ്രേക്ക് വന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ഹോളിഡേ കഴിഞ്ഞിട്ട് 69-74 ആണ് ഏത് വരുന്നത്, 4th 5 ഇയർ പ്ലാൻ വരുന്നത്. പീരീഡ് മറക്കരുത്, ആ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്, അത് ഓർക്കുക. 69-74 ആണ്. 69-74 നോക്കാം. അപ്പോൾ ഈ പദ്ധതിയുടെ ഫോക്കസ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഫോക്കസ് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ് തന്നെയാണ് കേട്ടോ, ഒബ്ജക്റ്റീവ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, സ്ഥിരതയോടുകൂടിയ വളർച്ച. എന്താണ്ട് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി മീൻസ് സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഇനി മറ്റൊരു ലക്ഷ്യം ഓവറാൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഓവറാൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ അത് കൺഫ്യൂഷൻ വരരുത്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ എന്തായിരുന്നു, അഗ്രികൾച്ചർ സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇവിടെ എന്താണ്, ഓവറാൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. കാർഷിക രംഗത്ത് എന്താണ്, ഓവറാൾ സമഗ്ര വികസനം. ഓവറാൾ ഡെവലപ്മെന്റ് കാർഷിക രംഗത്ത് എന്താണ്, മൊത്തത്തിലുള്ള വികസനമായിരുന്നു മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, അതുപോലെ ഓവറാൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഓവറാൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, 4th 5 ഇയർ പ്ലാന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഇനി ഈ കാലഘട്ടത്തിൽ 4th 5 ഇയർ പ്ലാൻ പീരീഡിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. കാരണം തേർഡ് 5 ഇയർ പ്ലാൻ അവസാനിക്കാൻ ഒരു 2-3 മാസങ്ങളുള്ളപ്പോഴേ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, ലാൽ ബഹാദൂർ ശാസ്ത്രി അന്തരിച്ചു. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ 4th 5 ഇയർ പ്ലാൻ പീരീഡിലും ആര് തന്നെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇന്ദിരാഗാന്ധി തന്നെയാണ് അല്ലേ. ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്, പ്രൈം മിനിസ്റ്റർ. അപ്പോൾ 4th 5 ഇയർ പ്ലാൻ, അപ്പോൾ ഓരോ പദ്ധതി കാലഘട്ടത്തിലെയും പ്രൈം മിനിസ്റ്റേഴ്സിനെ അറിഞ്ഞിരിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4th 5 ഇയർ പ്ലാൻ പീരീഡിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണ്, ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഈ പദ്ധതി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അശോക് രുദ്ര ആൻഡ് അലൻ മന്നെ മോഡൽ. അലൻ എസ് മന്നെ മോഡൽ എന്നും അറിയപ്പെടും. അലൻ എസ് മന്നെ മോഡൽ. അപ്പോൾ അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നെ മോഡൽ അല്ലേ. അപ്പോൾ ഈ പദ്ധതി എന്ത് മോഡൽ എന്നറിയപ്പെടുന്നു, അശോക് രുദ്ര ആൻഡ് അലൻ മന്നെ മോഡൽ ഇൻഫ്ലുവൻസ് ദ ടെക്നിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ദ 4th 5 ഇയർ പ്ലാൻ. അപ്പോൾ ഇതിനൊരു ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയത് 2 ഇക്കോണമിസ്റ്റുകൾ. അതായത് 4th 5 ഇയർ പ്ലാൻ നടപ്പിലാക്കാൻ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയത് ആരാണ്, അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നെ എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ആണ്. അവർ ഫോം ചെയ്ത ഒരു ഇക്കണോമിക് മോഡലുണ്ട്, ഒരു സാമ്പത്തിക സിദ്ധാന്തമുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്ത ഏതിൻ്റെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ തയ്യാറാക്കിയത്. ഏതിൻ്റെയാണ്, 4th 5 ഇയർ പ്ലാൻ പീരീഡിൽ അല്ലെങ്കിൽ 4th 5 ഇയർ പ്ലാൻ ഫോമുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഫോം ചെയ്തത് ഏത്, അശോക് രുദ്രയുടെയും അലൻ എസ് മന്നയുടെയും ഇക്കണോമിക് മോഡലിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4th 5 ഇയർ പ്ലാൻ ഈസ് ആൾസോ കാൾഡ് അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നെ മോഡൽ എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ, തിരിഞ്ഞു പോകരുത്. അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നെ മോഡൽ. ഇനി ദിസ് 5 ഇയർ പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ഗാഡ്ഗിൽ ഫോർമുല. അവിടെയും കൺഫ്യൂഷൻ വരരുത്. ഗാഡ്ഗിൽ ഫോർമുല ഓർ ഗാഡ്ഗിൽ സ്ട്രാറ്റജി എന്നറിയപ്പെടുന്നു. കാരണം ഈ 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ആരായിരുന്നു, ഗാഡ്ഗിലായിരുന്നു, DR ഗാഡ്ഗിലായിരുന്നു. ദാറ്റ് ഈസ് വൈ ദിസ് 5 ഇയർ പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ഗാഡ്ഗിൽ ഫോർമുല. അതുകൊണ്ട് തന്നെ ഈ 5 ഇയർ പ്ലാൻ എന്തെന്നറിയപ്പെടുന്നു, ഗാഡ്ഗിൽ ഫോർമുല എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗാഡ്ഗിൽ സ്ട്രാറ്റജി. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. തേർഡ് 5 ഇയർ പ്ലാൻ ഈസ് ആൾസോ കാൾഡ് ഗാഡ്ഗിൽ യോജന അല്ലേ. ഇപ്പോൾ നമ്മൾ 4th 5 ഇയർ പ്ലാൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്,
ദിസ് 5-year പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ഗാഡ്ഗിൽ ഫോർമുല ഓർ ഗാഡ്ഗിൽ സ്ട്രാറ്റജി. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ആ തേർഡ് 5-year പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ളത് ആരുടെ കുറച്ച് തിയറീസ് ആണ്, ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്, തിയറിയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ തേർഡ് 5-year പ്ലാൻ ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെന്തെന്ന് വിളിക്കുന്നു, ഗാഡ്ഗിൽ യോജന എന്ന് വിളിക്കുന്നു, ഗാഡ്ഗിൽ പദ്ധതി. അപ്പോൾ ഓർക്കുക, ഗാഡ്ഗിൽ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്, തേർഡ് 5-year പ്ലാൻ ആണ്. എന്നാൽ ഈ 5-year പ്ലാൻ ഏതാണ്, ഫോർത്ത് 5-year പ്ലാൻ ഗാഡ്ഗിൽ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ 5-year പ്ലാൻ തുടക്കത്തിൽ, അപ്പോൾ 67-ലാണ് ഗാഡ്ഗിൽ എന്തായിട്ട് വരുന്നത്, പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിട്ട് വരുന്നത് 67-ലാണ്. അപ്പോൾ 67 തൊട്ട് 71 വരെയാണ് അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. വൈസ് ചെയർമാനായിട്ട്, പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിട്ട് ഇരിക്കുന്നത് ഫ്രം 1961 to 71 ആണ് DR ഗാഡ്ഗിൽ എന്താണ് പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോക്ക് 69-ലാണ് നമ്മുടെ ഫോർത്ത് 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, 69-ലാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് കുറച്ച് ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ അസിസ്റ്റൻസ്, ഈ ഗാഡ്ഗിൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്ന സെൻട്രൽ അസിസ്റ്റൻസ്, സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് സ്റ്റേറ്റ് പ്ലാൻസിന് വീതിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഫോർമുല അദ്ദേഹം തയ്യാറാക്കി. അതാണ് ഗാഡ്ഗിൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഗാഡ്ഗിൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ അസിസ്റ്റൻസ് എങ്ങനെ ഈക്വൽ ആയിട്ട്, സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എങ്ങനെ ഈക്വൽ ആയിട്ട് ആർക്ക് വീതിച്ച് നൽകാം, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് കൊടുക്കാം എന്നതിനെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുല DR ഗാഡ്ഗിൽ, അന്നത്തെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള DR ഗാഡ്ഗിൽ ഫോം ചെയ്തു. ഇറ്റ് ഈസ് കാൾഡ് ഗാഡ്ഗിൽ ഫോർമുല, മനസ്സിലാക്കുമല്ലോ, അല്ലെങ്കിൽ ഗാഡ്ഗിൽ സ്ട്രാറ്റജി എന്നറിയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഗാഡ്ഗിൽ ഫോർമുലയെ ബേസ് ചെയ്തിട്ട് ആണ് ഏത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഫോർത്ത് 5-year പ്ലാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗാഡ്ഗിൽ ഫോർമുല എന്ന് വിളിക്കുന്നത്, ഗാഡ്ഗിൽ ഫോർമുല എന്ന്. അപ്പോൾ ഗാഡ്ഗിൽ യോജന മാറിപ്പോരുത്, ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന തേർഡ് 5-year പ്ലാനും ഗാഡ്ഗിൽ ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള 5-year പ്ലാൻ എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഫോർത്ത് 5-year പ്ലാനുമാണ്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഗാഡ്ഗിൽ, ഒന്നുകൂടെ പറയുന്നു, ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന 5-year പ്ലാൻ തേർഡ് 5-year പ്ലാനും ഗാഡ്ഗിൽ ഫോർമുലയെ ബേസ് ചെയ്തിട്ടുള്ള 5-year പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഫോർത്ത് 5-year പ്ലാനുമാണ്. അപ്പോൾ ഇത് രണ്ട് 5-year പ്ലാനിലും ആരുടെ പേര് കടന്നു വരുന്നുണ്ട്, ഗാഡ്ഗിലിൻ്റെ പേര് കടന്നു വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. പക്ഷേ തേർഡ് 5-year പ്ലാൻ പീരീഡിൽ ആര് വൈസ് ചെയർമാൻ ആയിട്ടില്ല, ഗാഡ്ഗിൽ വൈസ് ചെയർമാൻ ആയിട്ടില്ല. വൈസ് ചെയർമാൻ ആകുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകൾ അഡോപ്റ്റ് ചെയ്ത് തേർഡ് 5-year പ്ലാനിൽ. എന്നാൽ ഫോർത്ത് 5-year പ്ലാൻ പീരീഡ് ആയപ്പോഴേക്കും അതിന്റെ തുടക്കത്തിൽ ആരായിരുന്നു വൈസ് ചെയർമാൻ, ഗാഡ്ഗിൽ ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുമല്ലോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ ഈ പ്ലാൻസിന്റെ, ഈ ഫോർത്ത് 5-year പ്ലാന്റെ അച്ചീവ്മെന്റ്സ് നോക്കി അതിന്റെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഫസ്റ്റ് വൺ, നാഷണലൈസേഷൻ ഓഫ് 14 കൊമേഴ്സ്യൽ ബാങ്ക്സ്. അല്ലെ, ഈ കാലഘട്ടത്തിലാണ് 14 ബാങ്കുകളെ നമ്മൾ എന്ത് ചെയ്തത്, ദേശസാൽക്കരിച്ചത്. ദാറ്റ് മീൻസ് ആര് ടേക്ക് ഓവർ ചെയ്തു, ഗവൺമെന്റ്. പ്രൈവറ്റ് സെക്ടറുള്ള ബാങ്കിനെ ആര് ടേക്ക് ഓവർ ചെയ്തു, ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു. നാഷണലൈസേഷൻ ഓഫ് 14 കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്നാണ് ഈ 1969, 1969-ലാണ് അല്ലെ, 69 ജൂലൈ 19 പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് എന്ന് ചോദിച്ചാൽ നാഷണലൈസേഷൻ ഓഫ് 14 കൊമേഴ്സ്യൽ ബാങ്ക്സ്, 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു എന്ന് 1969 എന്ന് വെച്ചാൽ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ ഫോർത്ത് 5-year പ്ലാൻ. ഫോർത്ത് 5-year പ്ലാൻ പീരീഡിൽ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു എന്ന് വെച്ചാൽ ദേശസാൽക്കരണം എന്താണ്ട്, പ്രൈവറ്റ് സെക്ടറുള്ള ബാങ്കുകളെ ആര് ഏറ്റെടുത്തു, ഗവൺമെന്റ് ഏറ്റെടുത്തു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ഓർക്കുമല്ലോ, ആരാണ്, ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഈ 5-year പ്ലാന്റെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് 5.6% ആണ്. 5.6 തേർഡ് 5-year പ്ലാൻ പീരീഡിൽ ഓർമ്മയുണ്ടോ, 5.6 ആണ് ടാർഗറ്റ് ചെയ്തത്. ഈ പ്ലാൻ പീരീഡിൽ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് 5.7% ആണ്. കാരണം ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടം, അതുകൊണ്ട് എന്താണ് കൂടുതൽ നമുക്ക് കാര്യം, തേർഡ് 5-year പ്ലാൻ വലിയൊരു ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എന്താണ്, ഹൈ ഗ്രോത്ത് റേറ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 5.7 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത ഫോർത്ത് 5-year പ്ലാൻ പീരീഡിലെ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 3.3% മാത്രമാണ്. 3.3% എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഭേദമാണ്, തേർഡ് 5-year പ്ലാൻ പീരീഡിനേക്കാൾ ഭേദമാണ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്. 3.3%, 3.3% ആയിരുന്നു ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, യഥാർത്ഥ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. യഥാർത്ഥ വളർച്ചാ നിരക്ക് എത്രയാണ്, 3.3%. പക്ഷേ നോക്ക്, ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്തോ, ഇല്ല. അപ്പോൾ ഈ 5-year പ്ലാനും എന്തായിരുന്നു, ഒരു പരാജയമായിരുന്നു. ഈ 5-year പ്ലാനും എന്താണ്, ഒരു പരാജയമായിരുന്നു. ഫോർത്ത് 5-year പ്ലാനും ഒരു ഫെയിലിയർ ആയിരുന്നു. നോക്ക്, ഈ 5-year പ്ലാനുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന ഫോർത്ത് 5-year പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 1971 ഇൻഡോ പാക് വാർ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. എന്നാണ്ട്
1971. കോസ്റ്റ് ഫോർ ദ ഫെയിലിയർ ഓഫ് ദ ഫോർത്ത് 5 ഇയർ പ്ലാൻ. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്ന് പറയുന്നത് 1971 ഇൻഡോ പാക് വാർ, അതായത് സെക്കൻഡ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പാക് വാർ പറഞ്ഞു 1965 തേർഡ് 5 ഇയർ പ്ലാൻ പരാജയപ്പെടാൻ ഒരു കാരണം എന്താണ്? ഇൻഡോ പാക് വാർ ഇൻ 1965 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ എന്താണ് ഫോർത്ത് 5 ഇയർ പ്ലാൻ പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഇന്ത്യ പാക് വാറാണ്. അതെന്താണ്? ഒക്കേർഡ് ഇൻ 1971, എന്നാണ്ട് 1971 അപ്പോൾ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ ഫോർത്ത് 5 ഇയർ പ്ലാന് സാധിച്ചില്ല. അതിന് കാരണം എന്താണ്? ഇൻഡോ പാക് വാറാണ് 1971. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ആണ് ഈ പറയുന്നത്. അടുത്ത് നോക്ക്, India's first nuclear test, Smiling Buddha, occurred during the fourth 5 year plan. അപ്പോൾ ഈ ഫോർത്ത് 5 ഇയർ പ്ലാനിലെ മറ്റൊരു പ്രധാനപ്പെട്ട വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം, അതിനവർ കൊടുത്ത കോഡ് നെയിമാണ് ഏത്? സ്മൈലിംഗ് ബുദ്ധ. ഏതാണ്ട് സ്മൈലിംഗ് ബുദ്ധ, ബുദ്ധൻ ചിരിക്കുന്നു. സ്മൈലിംഗ് ബുദ്ധ, ബുദ്ധൻ ചിരിക്കുന്നു. അത് ഏത് കാലഘട്ടത്തിലാണ്? ഫോർത്ത് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോഴാണ്. കൃത്യമായി പറഞ്ഞാൽ 1974 മെയ് 18, 1974 മെയ് 18, 1974 മെയ് 18 എന്ത്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം. അതിന് കൊടുത്ത കോഡ് നെയിം എന്ന് പറയുന്നത് സ്മൈലിംഗ് ബുദ്ധ, അല്ലെങ്കിൽ പൊക്രാൻ ഐ എന്ന് പറയും. കാരണം രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഈ പരീക്ഷണം നടന്നത്. പൊക്രാൻ ഐ എന്നാണ് അതിന് കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സ്മൈലിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്നു. ഇതും ഫോർത്ത് 5 ഇയർ പ്ലാനിലാണ്. അപ്പോൾ അതെന്നാണ്? 1974 മെയ് 18, മെയ് 18. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്ക് മേജർ ആക്ടിവിറ്റീസ്, ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട്. അപ്പോൾ നമ്മൾ ഓവറാൾ ഈ പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ഫോംസ് നമ്മൾ പറഞ്ഞു. റാങ്ക് ഫയലിലൊക്കെ അതാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണ്. മേജർ ആക്ടിവിറ്റീസ് നോക്ക്. 1969 ജൂലൈ 6, 1969 ജൂലൈ 6. നോക്ക്, ഫോളോയിങ് ദ റെസിഗ്നേഷൻ ഓഫ് ദ ഫിനാൻസ് മിനിസ്റ്റർ മൊറാർജി ദേശായി, ദ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആൾസോ ടുക്ക് ഓവർ ദ ഫിനാൻസ് പോർട്ട്ഫോളിയോ. അപ്പോൾ നോക്കേ, അപ്പോൾ ഈ 1969 കാലഘട്ടത്തിൽ കൺഫ്യൂഷൻ വരരുത്. 1969 കാലഘട്ടത്തിൽ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി തന്നെയാണ്. അപ്പോൾ ആ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ മിനിസ്ട്രിയിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ളത് ആരാണ്? മൊറാർജി ദേശായി ആണ്. കാരണം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്, 10 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ഇപ്പോഴും ആർക്കാണ്? മൊറാർജി ദേശായിക്കാണ്. അപ്പോൾ ആ മൊറാർജി ദേശായി ആയിരുന്നു ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഫോളോയിങ് ദ റെസിഗ്നേഷൻ ഓഫ് ദ ഫിനാൻസ് മിനിസ്റ്റർ മൊറാർജി ദേശായി, അപ്പോൾ അങ്ങനെ ആ മന്ത്രിസഭയിലെ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ മൊറാർജി ദേശായി എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു 69 ജൂലൈ 6. അതുകൊണ്ട് എന്ത് ചെയ്തു? പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി തന്നെ എന്ത് ചെയ്തു? ആൾസോ ടുക്ക് ഓവർ ദ ഫിനാൻസ് പോർട്ട്ഫോളിയോ. ഈ ഫിനാൻസ് മിനിസ്ട്രിയുടെ, ഫിനാൻസ് പോർട്ട്ഫോളിയോ ഉദ്ദേശിക്കുന്ന ഫിനാൻസ് അല്ലേ, ധനകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല കൂടി, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയുടെ അധിക ചുമതല കൂടി ആരേറ്റെടുത്തു? ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തു. അതാണ് 1969 ജൂലൈ 6, അതായത് ഡ്യൂറിംഗ് ദ ഫോർത്ത് 5 ഇയർ പ്ലാൻ പീരീഡ്. മനസ്സിലാക്കുമല്ലോ? അപ്പോൾ 69 ജൂലൈ 6 പിന്നെ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൊറാർജി ദേശായി അദ്ദേഹം എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. അങ്ങനെ റെസിഗ്നേഷന് ശേഷം പുതിയ ആൾക്കല്ല അധികാരം കൈമാറിയത്, പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി തന്നെ എന്ത് ചെയ്തു? ആ സ്ഥാനം കൈവശം വെച്ചു. അങ്ങനെ അവരെന്താണ് ഒരേ സമയത്ത് പ്രൈം മിനിസ്റ്ററും അന്ന് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് ആര് പ്രവർത്തിച്ചു? ഇന്ദിരാഗാന്ധി പ്രവർത്തിച്ചു. ഓക്കെ ആണല്ലോ? ഇനി 1969 ജൂലൈ 19, 1969 ജൂലൈ 19. നോക്ക്, ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. എന്ന് പറഞ്ഞാൽ ഫോർത്ത് 5 ഇയർ പ്ലാൻ പീരീഡിൽ എത്ര ബാങ്കുകളാണ് നമ്മൾ പറഞ്ഞു? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു, ഗവൺമെന്റ് ഏറ്റെടുത്തു. അപ്പോൾ പ്രൈം മിനിസ്റ്ററും ഇന്ദിരാഗാന്ധി ആ സമയത്ത്, ഫിനാൻസ് മിനിസ്റ്റർമാർ തന്നെയാണ് ഇന്ദിരാഗാന്ധി തന്നെയാണ്. അപ്പോൾ ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിച്ചു, 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അത് ഫോർത്ത് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. അന്ന് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ തന്നെ എന്താണ്? ഫിനാൻസ് മിനിസ്റ്റർമാർ തന്നെയാണ് ഇന്ദിരാഗാന്ധി. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, മുകളിലത്തെ പോയിന്റിൽ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ദേശസാൽക്കരിച്ച ബാങ്കുകൾ 14. ഇനിയും ദേശസാൽക്കരിച്ചിട്ടുണ്ട്. അടുത്ത 5 ഇയർ പ്ലാൻസിലൊക്കെ നമ്മൾ പറയും. ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാം കൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നില്ല. പിന്നീടുള്ള കാരണം അടുത്ത 5 ഇയർ പ്ലാൻസിലൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആദ്യമായിട്ട് ദേശസാൽക്കരിച്ച എത്രയാണ്? 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ബാങ്ക്സ് വിത്ത് അസറ്റ്സ് ഓവർ ₹50 crore വെയർ നാഷണലൈസ്ഡ് ഇൻ ദ ഫസ്റ്റ് ഫേസ്. ഒന്നാം ഘട്ടത്തിൽ, ഈ ഫസ്റ്റ് ഫേസിൽ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ
അതിൻ്റെ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ഒരു നാഷണലൈസേഷൻ നടത്തുമ്പോൾ ഒരു ക്രൈറ്റീരിയ കാണുമല്ലോ, ഒരു മാനദണ്ഡം കാണുമല്ലോ. എന്തായിരുന്നു അതിൻ്റെ ക്രൈറ്റീരിയ? ബാങ്ക്സ് വിത്ത് അസറ്റ്സ് ഓവർ 50 crore, അതായത് 50 കോടിയിൽ കൂടുതൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റ്, മൂലധനമുള്ള അല്ലെങ്കിൽ ആസ്തിയുള്ള 50 കോടിയിൽ കൂടുതൽ ആസ്തിയുള്ള ബാങ്കുകളെയാണെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 50 കോടിയിൽ കൂടുതൽ അസറ്റ് ഉള്ള ബാങ്കുകളെയാണ് എന്ത് ചെയ്തത്? ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ബാങ്ക്സ് വിത്ത് അസറ്റ്സ് ഓവർ ₹50 crore, 50 കോടി, 500 അല്ല 50 കോടിയിൽ കൂടുതൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റ്, മൂലധന ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ടത്തിൽ 69 ജൂലൈ 19 എന്ത് ചെയ്തത്? നാഷണലൈസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അതിനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. ഇനി The Prime Minister when the first bank nationalization took place in India. നമ്മളിപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. The Prime Minister when the first bank nationalization took place in India. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം ആദ്യമായിട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മറ്റാരുമല്ല, ആരാണ്ടേ? ഇന്ദിരാഗാന്ധി. ഫിനാൻസ് മിനിസ്റ്ററും ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഇനി നോക്ക്, അടുത്തിടെ നോക്ക്, 1969 ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് 1969 ഓഗസ്റ്റ് 15 എന്താണ് പ്രത്യേകത? ISRO, നമ്മുടെ ഇസ്രോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ISRO നിലവിൽ വന്നിരുന്നത്, ISRO സ്ഥാപിതമാകുന്നത് 1969 ഓഗസ്റ്റ് 15 ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ 4th 5-year പ്ലാൻ പീരീഡ്, 4ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. ഇസ്രോ വരുന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 69 ഓഗസ്റ്റ് 15. അടുത്ത് നോക്ക്, The founder and the first chairman of ISRO. ISROയുടെ ഫൗണ്ടർ, സ്ഥാപകൻ, അതുപോലെ ISROയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്ടേ? മറ്റാരുമല്ല, വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ് ഫൗണ്ടർ ആൻഡ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഇസ്രോ. ഇസ്രോയുടെ ആദ്യത്തെ ഫൗണ്ടർ ആൻഡ് സ്ഥാപകനും അതുപോലെ ആദ്യത്തെ ചെയർമാനും ആരായിരുന്നു? വിക്രം സാരാഭായി ആയിരുന്നു. ഓർക്കുക, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ വരും. ഇനി കറണ്ട് ചെയർമാൻ ഓഫ് ISRO, കറണ്ട് അഫയേഴ്സിൽ ചോദിക്കും. കറണ്ട് ചെയർമാൻ ഓഫ് ISRO ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണനാണ് അല്ലേ? കറണ്ട് ചെയർമാൻ ഓഫ് ISRO ഡോക്ടർ വി നാരായണനാണ്. അദ്ദേഹം എന്ത്? തമിഴ്നാട് സ്വദേശിയാണ്, കന്യാകുമാരി ജില്ലക്കാരനാണ് ഡോക്ടർ വി നാരായണൻ എന്ന് പറയുന്നത്. കറണ്ട് ചെയർമാൻ ISRO ഡോക്ടർ വി നാരായണൻ. ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ISRO. ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കും, അന്തരീക്ഷ ഭവനാണ്, ബംഗളൂരു അല്ലേ? ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും മനസ്സിലാവുമല്ലോ. ഇതാണ് ബാങ്ക് നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ ISROയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് 4th 5-year പ്ലാൻ പീരീഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്ത വർഷത്തേക്ക് പോകുന്ന 70ലേക്ക് പോവുകയാണ്. അപ്പോൾ 69 സ്റ്റാർട്ട് ചെയ്തു, അടുത്ത 70ലേക്ക് പോകുന്നു. On February 28, 1970, 1970 ഫെബ്രുവരി 28 ഇന്ദിരാഗാന്ധി പ്രസന്റഡ് ദ ബഡ്ജറ്റ്. ഇന്ദിരാഗാന്ധി എന്ത് അവതരിപ്പിക്കുകയാണ്? ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. കാരണം എന്താ? അവർ ഫിനാൻസ് മിനിസ്റ്റർ കൂടിയാണ്, ഓർക്കണം. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു അല്ലേ? ഫസ്റ്റ് വിമൻ ടു പ്രസന്റ് ദ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് വിമൻ ടു പ്രസന്റ് ദ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത എന്ന ഖ്യാതി ആര് നേടിയെടുക്കുന്നു? ഇന്ദിരാഗാന്ധി നേടിയെടുക്കുന്നു. ഫസ്റ്റ് വിമൻ ടു പ്രസന്റ് ദ ബഡ്ജറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണത്. എന്നാണ്? 1970 ഫെബ്രുവരി 28. ഇപ്പോഴാണ് ഫെബ്രുവരി 1 ആക്കിയത് ബഡ്ജറ്റ് അവതരണം. നേരത്തെ ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിനമാണ് എടുത്തിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫെബ്രുവരി 28 അവതരിപ്പിച്ചത്. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി. അവർക്ക് ശേഷം, ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള വനിതയാണ് നമ്മുടെ ആര്? നമ്മുടെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇന്ദിരാഗാന്ധി കണ്ടിന്യൂഡ് ആസ് ഫിനാൻസ് മിനിസ്റ്റർ അണ്ടിൽ ജൂൺ 27, 1970. അവർ ഏത് വർഷം? 1970 ജൂൺ 27 വരെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് തുടർന്നു. അതിന് കാരണം എന്താണ്? ഈ ബാങ്ക് ദേശസാൽക്കരണമൊക്കെ നടക്കുന്നുണ്ട്, അതിന് ഫിനാൻസ് മിനിസ്റ്റർക്ക് വലിയ റോളുണ്ട്. അതുകൊണ്ട് അവർ പുതിയൊരു വ്യക്തിയെ ഏൽപ്പിച്ചില്ല. മൊറാർജി ദേശായിക്ക് പോയതിന് ശേഷം വേറൊരു വ്യക്തിയെ അവർ ഏൽപ്പിച്ചില്ല. ആര് തന്നെ? ഇന്ദിരാഗാന്ധി തന്നെയാണത് ഹോൾഡ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ ഫിനാൻസ് മിനിസ്റ്ററോടാണ്. കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഈവൻസ് ആണ്. അതുകൊണ്ടാണ് അവർ ഏതിൻ്റെ അധിക ചുമതല, ഫിനാൻസ് മിനിസ്ട്രിയുടെ അധിക ചുമതല കൂടി വഹിച്ചത്. അപ്പോൾ അങ്ങനെ ഇന്ദിരാഗാന്ധി ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഏത് ദിവസം വരെ? 1970 ജൂൺ 27 വരെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് തുടർന്നു. ഇൻഡിവിജ്വൽസ് ഹു പ്രസന്റഡ് ദ ബഡ്ജറ്റ് വൈൽ ബീയിങ് ദ പ്രൈം മിനിസ്റ്റർ. നല്ലൊരു പോയിന്റ് ആണ്, ചോദിക്കും. ഇൻഡിവിജ്വൽസ് ഹു പ്രസന്റഡ് ദ ബഡ്ജറ്റ് വൈൽ ബീയിങ് ദ പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്ടേ? പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തികൾ ആരെല്ലാം? ചോദിക്കും. പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇപ്പോൾ ഒരാളെ നമുക്ക് പിടികിട്ടി. ആരാണ്? ഇന്ദിരാഗാന്ധി. മറ്റാരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു 1958.
2 ഇന്ദിരാഗാന്ധി 1970, 3 രാജീവ് ഗാന്ധി 1987. ഈ 3 വ്യക്തികളാണ്. അപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? നെഹ്റു 1958, ഇന്ദിരാഗാന്ധി 1970, രാജീവ് ഗാന്ധി 1987. 3 വ്യക്തികളാണ്. കൃത്യമായിട്ട് പഠിക്കണം, വർഷം സഹിതം പഠിക്കണം. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ഓക്കെ. വ്യക്തികൾ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. In 1970, why the white revolution started in India? ദാ വരുന്നു വൈറ്റ് റവല്യൂഷൻ. അപ്പോൾ ദാ ഇതേ പിക്ചർ നമ്മൾ 3rd 5 year പ്ലാനിലും കണ്ടു. ഇദ്ദേഹത്തിൻ്റെ ആരാണത്? ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ വിശേഷണം ഇവിടെയും ഉണ്ട്. നോക്കാം നമുക്ക്. 1970 വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവം ആരംഭിക്കുന്നു. ധവള വിപ്ലവം അല്ലേ? പാൽ വിപ്ലവം, ധവള വിപ്ലവം ആരംഭിക്കുന്നു. കാരണം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 ഏത് 3rd 5 year പ്ലാൻ പീരീഡിൽ വന്നു. അത് വന്നതിന് ശേഷം ഇന്ത്യയിൽ പാൽ ഉൽപ്പന്നത്തിൽ ഗണ്യമായ പുരോഗതിയാണ് ഉണ്ടായത്. വലിയ ഇമ്പോർട്ടൻസ് ആണ് ഗവൺമെന്റ് എന്തിനു കൊടുത്തത്? പാൽ ഉൽപാദനത്തിന്, ക്ഷീര കർഷകർക്ക് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ പാൽ ഉൽപാദനം, അതായത് വർഗീസ് കുര്യൻ്റെയൊക്കെ ആശയങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി വൈറ്റ് നമുക്ക് എന്താണ് വലിയ തോതിൽ പാലിൻ്റെ ഉൽപാദനം വർദ്ധിച്ചു. ഇറ്റ് ഈസ് കാൾഡ് വൈറ്റ് റവല്യൂഷൻ. ഇങ്ങനെ പാൽ ഉൽപാദന രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റത്തെ പറയുന്ന പേരാണ് വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവം എന്ന് പറയും. അതെന്നായിരുന്നു? 1970 1970 1970 ഇന്ത്യയിൽ ആരംഭിച്ചത് 1970 വൈറ്റ് റവല്യൂഷൻ. ഇതും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും തമ്മിൽ മാറിപ്പോരുത്. വൈറ്റ് റവല്യൂഷൻ. ഇനി നോക്ക്, അതർ നെയിംസ് ഓഫ് വൈറ്റ് റവല്യൂഷൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ക്ഷീരവിപ്ലവം, ഡയറി റവല്യൂഷൻ, ക്ഷീരവിപ്ലവം എന്നറിയപ്പെടുന്നു. പാൽ വിപ്ലവം, മിൽക്ക് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ പല പേരുകളിൽ എന്തൊക്കെയാണ്? ഓപ്പറേഷൻ ഫ്ലഡ്, ക്ഷീരവിപ്ലവം, പാൽ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? വൈറ്റ് റവല്യൂഷൻ. വർഷം, അത് ആരംഭിച്ച വർഷം എന്നാണ്? 1970. ഇനി ദ പേഴ്സൺ ഹൂ ലെഡ് ദ വൈറ്റ് റവല്യൂഷൻ, ഈ നമ്മുടെ ഇന്ത്യയെ വൈറ്റ് റവല്യൂഷനിലേക്ക് നയിച്ച വ്യക്തി ആര് ചോദിക്കും. ആരാണ്? മറ്റാരുമല്ല, ഡോക്ടർ വർഗീസ് കുര്യൻ. മലയാളിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇന്ത്യയെ എന്തിലേക്ക് നയിച്ചത്? വൈറ്റ് റവല്യൂഷനിലേക്ക്, ധവള വിപ്ലവത്തിലേക്ക് നയിച്ചത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. മറക്കരുത്, ഇന്ത്യയെ ധവള വിപ്ലവത്തിലേക്ക്, മിൽക്ക് റവല്യൂഷനിലേക്ക്, ക്ഷീര വിപ്ലവത്തിലേക്ക്, ഓപ്പറേഷൻ ഫ്ലഡിലേക്ക് നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യനാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാം? ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്ന് വിളിക്കാം. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ. അപ്പോൾ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല, ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ, ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. മാറിപ്പോരുത്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആരാണെന്ന് പറഞ്ഞേ. ആരാണ്ടേ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ? ഡോക്ടർ MS സ്വാമിനാഥനാണ്. അതും മാറിപ്പോരുത്. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഡോക്ടർ വർഗീസ് കുര്യനും, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനുമാണ്. ഇനി അടുത്ത 71 വരികയാണ്. 71 വരുന്നു. നോക്കാം. 71 എന്ത്? ഇന്ത്യ പാകിസ്ഥാൻ വാർ. ഫോർത്ത് 5 year പ്ലാൻ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഇതാണ്. ഇന്ത്യ പാക് വാർ ഇൻ 1971. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. From December 3, 1971, the second state of emergency was in effect in India under the Article 350. അപ്പോൾ നേരത്തെ എന്താണ്? ഇന്ത്യ ചൈന വാർ 1962 ആണ് ആദ്യത്തെ സ്റ്റേറ്റ് എമർജൻസി നമ്മൾ പഠിച്ചത് അല്ലേ? ഡോക്ടർ S രാധാകൃഷ്ണനാണ് എന്ത് ചെയ്തത്? അത് ഡിക്ലെയർ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇതാ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1971 ഉണ്ടാകുന്നു. ഇന്ത്യയിൽ എന്താണ്? ഇന്ന് യുദ്ധം കണ്ടിന്യൂസ് ആയിട്ടുള്ള വാറാണ്. 62 65 അല്ലേ? ഇപ്പോൾ 71. അപ്പോൾ നമ്മുടെ ആഭ്യന്തര സമ്പത്ത് വ്യവസ്ഥയൊക്കെ തകർന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത്? ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. December 3, 1971 ഇതാ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് എമർജൻസീസ്, രണ്ടാമതേ നാഷണൽ എമർജൻസി, രണ്ടാമത് ദേശീയ എമർജൻസി പ്രഖ്യാപിക്കുന്നു. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 350. നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ 352 ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ രണ്ടാമത് എമർജൻസി, രണ്ടാമത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു December 3, 1971. നോക്കുക, ദ പ്രസിഡന്റ് ഹു ഡിക്ലെയർഡ് ദ സെക്കൻഡ് എമർജൻസി, രണ്ടാമത് നാഷണൽ എമർജൻസി, സെക്കൻഡ് നാഷണൽ എമർജൻസി, രണ്ടാമത് നാഷണൽ എമർജൻസി. അടുത്ത നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? മറ്റാരുമല്ല, VV ഗിരിയാണ്. ആരാണ്ട്? VV ഗിരി. ഫസ്റ്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് ആരാണ്? ഡിക്ലെയർ ചെയ്ത ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ ആയിരുന്നെങ്കിൽ രണ്ടാമത് ആരാണ്? VV ഗിരിയാണ്. VV ഗിരിയാണ്. അടുത്ത 1972 72 വരികയാണ്. ഫോർത്ത് 5 year പ്ലാനിലെ 1972 വരികയാണ്.
എന്താണ്? ജൂലൈ 2, 1972 നമുക്ക് യുദ്ധം അവസാനിപ്പിക്കണം. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്ന എന്താണ്? ഒരു കരാറിലൂടെയല്ലേ, എഗ്രിമെൻറ്റിലൂടെയാണ്. നമ്മൾ പിന്നെ 1965 ഇന്ത്യ പാക് വാർ അവസാനിച്ച താഷ്കന്റ് എഗ്രിമെൻറ്റിലൂടെയാണ് 66 അതുപോലെ ഇതാ 71 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നത് മറ്റൊരു എഗ്രിമെൻറ്റിലൂടെയാണ്. ഏതാണത്? ഷിംല എഗ്രിമെൻറ്റ്, സിംല കരാർ എന്നും പറയും. ഷിംല എഗ്രിമെൻറ്റ് വാസ് സൈൻഡ്. അപ്പോൾ ജൂലൈ 2 വർഷവും ദിവസവും പഠിക്കണം. ജൂലൈ 2, 1972 ഷിംല എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. ഷിംല എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയാണ്. ഏത് അവസാനിപ്പിക്കുന്നത്? 1971 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നത് ഷിംല എഗ്രിമെൻറ്റിലൂടെയാണ്. ഷിംല എഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് സുൽഫിക്കർ അലി ഭൂട്ടോ. അപ്പോൾ ഇത് സൈൻ ചെയ്യുന്ന ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഇതിൽ ഒപ്പുവയ്ക്കുന്നത്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനുമായിരുന്നെങ്കിൽ ഷിംല കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ്. ഇന്ത്യക്കായിട്ട് ഇന്ദിരാഗാന്ധി, പാകിസ്ഥാനായിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുൽഫിക്കർ അലി ഭൂട്ടോ. എന്നാണ് ഒപ്പുവെച്ചത്? 1972 ജൂലൈ 2. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കി, ഈ ഷിംല എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതും പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഷിംല കോൺഫറൻസ്. അപ്പോൾ ആ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അത് ഇവിടെ ഉൾപ്പെടുത്തിയത്, അല്ലാതെ 5 ഇയർ പ്ലാനുമായി ബന്ധമുള്ളത് കൊണ്ട് അല്ല. ഓർക്കുക, ഷിംല കോൺഫറൻസ്, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഷിംല കോൺഫറൻസ് എന്താണ്? ഷിംല സമ്മേളനം നോക്കാം. ആ ഷിംല കോൺഫറൻസ് നടന്നത് ജൂൺ 25, 1945 തൊട്ട് ജൂലൈ 14, 1945 വരെയാണ്. അപ്പോൾ 1945 ജൂൺ 25 മുതൽ 1945 ജൂലൈ 14 വരെയാണ് ഷിംല കോൺഫറൻസ് നടന്നത്, ഷിംല സമ്മേളനം. അത് ഷിംല, നമ്മൾ നേരത്തെ പഠിച്ച ഷിംല അഗ്രിമെന്റുമായിട്ട് ഇന്ത്യ പാക് വാറുമായിട്ട് ബന്ധമില്ല കേട്ടോ. ഇത് ഏതിനു മുമ്പാണ്? സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. ഷിംല കോൺഫറൻസ് വാസ് കൺവീൻഡ് ബൈ ലോർഡ് വേവൽ ആൻഡ് INC ലീഡേഴ്സ്. ഇതിൽ ഒത്തുചേരി സമ്മേളനത്തിൽ ഇത് കൂടിയത് ആരൊക്കെയാണ്? ഇത് യഥാർത്ഥത്തിൽ വിളിച്ചു ചേർത്തത് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വേവലാണ്, വേവൽ പ്രഭുവാണ് ഇത് വിളിച്ചു ചേർത്തത് കേട്ടോ. ലോർഡ് വേവൽ പ്രഭുവാണ്. അത് ആരൊക്കെ ഇതിൽ പങ്കെടുത്തു? ലോർഡ് വേവൽ, അതുപോലെ INC ലീഡേഴ്സ്, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡേഴ്സും ലോർഡ് വേവലും കൂടി പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു, കോൺഫറൻസ് ആയിരുന്നു ഷിംല കോൺഫറൻസ് 45. ഓക്കെ ആണല്ലോ? അതിൻ്റെ പർപ്പസ് മറ്റൊന്നുമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യ അധികാര കൈമാറ്റം, കാരണം 47 അധികാര കൈമാറ്റത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനും ഒരു ഇടക്കാല ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനും മറ്റുമൊക്കെയാണ് ഷിംല കോൺഫറൻസ് ചേർന്നത്. ക്ലിയർ ആണല്ലോ? അത് ആരുടെ ലീഡർഷിപ്പിലാണ് ചേർന്നത്? ലോർഡ് വേവലിൻ്റെ. മാത്രമല്ല ആരൊക്കെ പങ്കെടുത്തു? INC ലീഡേഴ്സും അല്ലേ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സൊക്കെ അതിനകത്ത് പങ്കെടുത്തു. അടുത്തത് 1972 ഇനി നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഷിംല കോൺഫറൻസ് ഒന്ന് നോട്ട് ചെയ്തോണേ. കാര്യം ഷിംല എഗ്രിമെൻറ്റും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന് ഓർക്കുക, കാരണം ഇത് രണ്ടും ഒരേ ടേംസ് ആണ്, അതുകൊണ്ടാണ്. ഇനി 1972 ജനറൽ ഇൻഷുറൻസ് ആക്ട് കെയിം ഇൻ ടു ഇഫക്റ്റ്. ഇനി നമ്മൾ തിരിച്ച് 4th 5 ഇയർ പ്ലാനിലേക്ക് വരുമ്പോൾ 72 ജനറൽ ഇൻഷുറൻസ് ആക്ട് കെയിം ഇൻ ടു ഇഫക്റ്റ്. ലൈഫ് ഇൻഷുറൻസ് അല്ല കേട്ടോ, ജനറൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ വാഹനങ്ങളുടേത്, വീടിൻ്റേത്, അങ്ങനെയുള്ള ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്. അതിനകത്ത് ഈ ഡെത്ത് ഒന്നും ഉൾപ്പെടത്തില്ല. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് ആക്ട് 1972 നിലവിൽ വരുന്നു. ഓക്കെ, പ്രാബല്യത്തിൽ വരുന്നു. നവംബർ 22, 1972 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെ നവംബർ 22, 1972 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നിലവിൽ വരുന്നു. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിതമാകും. അപ്പോൾ 1972 ജനറൽ ഇൻഷുറൻസ് ആക്ട് കെയിം ഇൻ ടു ഇഫക്റ്റ്. ജനറൽ ഇൻഷുറൻസ് ആക്ട് പാസ്സാക്കുന്ന 1972 4th 5 ഇയർ പ്ലാൻ പീരീഡിൽ. അതേ വർഷം നവംബർ 22 ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനം നിലവിൽ വരുന്നു. ഓർക്കുക, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ 1972 നവംബർ 22. ഇതൊക്കെ 4th 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഇനി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയാണ്. ഇനി അതേ 72 മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. The Wildlife Protection Act came into effect in 1972. വന്യജീവി സംരക്ഷണ നിയമം എന്നാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നു. വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കുന്നു. അതും 4th 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്, ഓർക്കുക. ഓക്കെ, ഇനി
വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. എന്നാൽ ഈ 72-ലെ വന്യജീവി സംരക്ഷണ നിയമം ഈ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അതിനെ അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഭേദഗതി വരുത്തി, അതിനകത്ത് മാറ്റം വരുത്തി. അതെന്താണ്? അങ്ങനെ ആ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ബിൽ അവതരിപ്പിച്ച, കാരണം ഒരു നിയമം വരുന്നതിന് മുമ്പ് ബില്ലായിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ പൊളിറ്റിക്സിൽ പഠിക്കുമല്ലോ, അത് ബില്ലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ബില്ല് അവതരിപ്പിച്ച ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? ഡിസംബർ 17, 2021. അപ്പോൾ ഈ ഒറിജിനൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടോ, ആദ്യത്തെ ഒറിജിനൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അത് 72-ലാണ്. എന്നാൽ അത് പിന്നീട് അമെൻഡ് ചെയ്യപ്പെടുന്നു 21-ല്, ഭേദഗതി വരുത്തുന്നു. അതിങ്ങനെ ഭേദഗതി വരുത്താനായിട്ട് ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതെന്താണ് അവതരിപ്പിച്ചത്? ആ ബില്ല് അവതരിപ്പിച്ചത് ഡിസംബർ 17, 2021. കാരണം ഇപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മുമ്പാണെങ്കിൽ പാസ്സായ വർഷം ദിവസം അതേ ചോദിക്കൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ബില്ല് അവതരിപ്പിച്ച ദിവസം, ലോക്സഭ പാസ്സാക്കിയ, രാജ്യസഭ പാസ്സാക്കിയത്, രാഷ്ട്രപതി ഒപ്പുവെച്ചത്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോന്നും പഠിച്ചേ പറ്റൂ, നമ്മൾ മെനക്കെട്ടേ പറ്റൂ. ഓക്കെ. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ബില്ല്, അത് അമെൻമെന്റ് ബില്ല്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ബില്ല്, അത് ലോക്സഭയിൽ അവതരിപ്പിച്ച 2021 ഡിസംബർ 17-നാണ്. ദിസ് ഈസ് നോൺ ആസ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട്. അങ്ങനെ ആ ബില്ല് അവതരിപ്പിച്ച ആ നിയമത്തിന് പറയുന്ന പേരെന്താണ്ട്? പുതിയ നിയമത്തിന് പറയുന്ന പേരെന്താണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട്. വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം. വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം. പുതിയ നിയമമല്ലേ? ഭേദഗതി നിയമം 2022-ലാണ് പാസ്സാക്കുന്നത്. ബില്ല് അവതരിപ്പിച്ചത് ഡിസംബർ 17, 2021. പാസ്സാക്കപ്പെടുന്നത് 2022-ലാണ്. ഇനി ഇതാ നോക്ക്, പാസ്ഡ് ബൈ ലോക്സഭ പാസ്സാക്കിയെന്നതാണ് ഓഗസ്റ്റ് 2, 2022-ലാണ്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട്, വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് ഡിസംബർ 17, 2021. എന്നാൽ അത് ലോക്സഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 2, 2022. കാരണം ഇതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് ഇത്രയും കാലതാമസം എടുക്കുന്നത്. ഇനി രാജ്യസഭ പാസ്സാക്കിയെന്നാണ് ഡിസംബർ 8, 2022. ഡിസംബർ 8, 2022. മറ്റൊരു സഭയല്ലേ രാജ്യസഭ പാസ്സാക്കിയത്? 2022 ഡിസംബർ 8-നാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ 72-ലെ മറ്റ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഒറിജിനൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 72. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമെൻമെന്റ് ബില്ല് വരുന്നു ലോക്സഭയിൽ. ആ അമെൻമെന്റ് ബിൽ പാസ്സാകുന്നു. അങ്ങനെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നറിയപ്പെടുന്നു. ലോക്സഭ പാസ്സാക്കിയ ഓഗസ്റ്റ് 2, 2022. രാജ്യസഭ 2022 ഡിസംബർ 8-നുമാണ് പാസ്സാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിയമമാകുന്നത്. അടുത്തത് 1973. നോക്ക്, ഓൺ January 1, 1973 ജനറൽ ഇൻഷുറൻസ് വാസ് നാഷണലൈസ്ഡ്. അപ്പോൾ 72-ലാണ് ജനറൽ ഇൻഷുറൻസ് ആക്ട് വരുന്നത് അല്ലേ? ആ ജനറൽ ഇൻഷുറൻസ് ആക്ട് എന്ത് ചെയ്തു? ആ ജനറൽ ഇൻഷുറൻസിനെ നാഷണലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ അതിനെ സർക്കാർ ഏറ്റെടുത്തു, സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്നാണ് ഓൺ January 1, 1973. അപ്പോൾ 72-ൽ അവിടെ കൊടുത്തിട്ടുണ്ട്. 1972-ലാണ് ജനറൽ ഇൻഷുറൻസ് ആക്ട് വരുന്നത്. ആ ആക്ടിനെ എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു, സർക്കാർ ഏറ്റെടുക്കുകയാണത്. ആക്ട് പ്രകാരം ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനെ, ജനറൽ ഇൻഷുറൻസിനെ സർക്കാർ ദേശസാൽക്കരിച്ചു. അതെന്നാണെന്ന് ചോദിക്കും. January 1, 1973. 1973 ജനുവരി 1-ന് ജനറൽ ഇൻഷുറൻസിനെ എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. ആസ് പെർ ദി 1972 ആക്ട്, 1972 ആക്ട് പ്രകാരം. ഓക്കെ. ഇത് ദേശസാൽക്കരിച്ചപ്പോൾ പ്രധാനമന്ത്രി മറ്റാരുമല്ല, ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഇന്ദിരാഗാന്ധി 4th 5-year പ്ലാനിലുടനീളം അവർ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ. ദ പ്രൈം മിനിസ്റ്റർ വെൻ ലൈഫ് ഇൻഷുറൻസ് വാസ് നാഷണലൈസ്ഡ്. അപ്പോൾ ജനറൽ ഇൻഷുറൻസിനെ ദേശസാൽക്കരിച്ച സമയത്ത്, അപ്പോൾ ദേശസാൽക്കരണം, നമ്മൾ ബാങ്ക് ദേശസാൽക്കരണ സമയത്തും ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ജനറൽ ഇൻഷുറൻസിനെ ദേശസാൽക്കരിച്ച സമയത്തും ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചേ, ദ പ്രൈം മിനിസ്റ്റർ വെൻ ലൈഫ് ഇൻഷുറൻസ്, നമ്മളിവിടെ പറഞ്ഞത് ജനറൽ ഇൻഷുറൻസ് ആണ് മുകളിൽ പറഞ്ഞത്. ഇപ്പൊ പറയുന്നു ലൈഫ് ഇൻഷുറൻസിനെ ദേശസാൽക്കരിച്ച സമയത്ത് പ്രൈം മിനിസ്റ്റർ അത് ഇന്ദിരാഗാന്ധിയാണോ? അല്ല, ജവഹർലാൽ നെഹ്റു ആണ്. കൺഫ്യൂഷൻ വരരുത്. ഇങ്ങനെയുള്ള ഫാക്റ്റാണ് നമ്മൾ തിരിച്ച് പഠിക്കേണ്ടത്. മിക്കപ്പോഴും തിരിഞ്ഞു പോകും. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടണം. അപ്പോൾ എന്താണ്? ദ പ്രൈം മിനിസ്റ്റർ വെൻ ലൈഫ് ഇൻഷുറൻസ് വാസ് നാഷണലൈസ്ഡ്. ലൈഫ് ഇൻഷുറൻസ്, അപ്പോൾ നേരത്തെ നമ്മൾ ജനറൽ ഇൻഷുറൻസ് ആണ് പറഞ്ഞത്. അത് നാഷണലൈസ് ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ 73-ല്. എന്നാൽ ലൈഫ് ഇൻഷുറൻസ് നാഷണലൈസ് ചെയ്ത 56-ലാണ് ലൈഫ് ഇൻഷുറൻസ്. നേരത്തെ ആയിരുന്നു അത്. അന്ന് പ്രൈം മിനിസ്റ്റർ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഒന്ന് ജനറൽ ഇൻഷുറൻസ് ആണ്, ഒന്ന് ഏതാണ്? ലൈഫ് ഇൻഷുറൻസ്. ക്ലിയർ ആവുമല്ലോ?
ഇനി 73 മറ്റൊരു ഇൻസിഡന്റ്, പ്രോജക്റ്റ് ടൈഗർ, കടുവകളുടെ സംരക്ഷണത്തിനായിട്ട് പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി വരുന്നു 1973. ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ 4th 5-year പ്ലാൻ അല്ലേ, 1973 പ്രോജക്റ്റ് ടൈഗർ. എ സ്കീം അനൗൺസ്ഡ് ഇൻ 1973-74 ഫിനാൻഷ്യൽ ഇയർ. ഇനി നോക്ക്, ഈ 4th 5-year പ്ലാൻ പീരീഡിൽ തന്നെ അനൗൺസ് ചെയ്ത മറ്റൊരു പദ്ധതി ഏത് ഫിനാൻഷ്യൽ ഇയറിൽ? 73-74. അപ്പോഴും ഏത് തന്നെയാണ്? 4th 5-year പ്ലാൻ തന്നെയാണ്. അപ്പം അങ്ങനെ അനൗൺസ് ചെയ്തൊരു പദ്ധതിയാണ് DPAP. ഓർക്കുക, DPAP, ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം. ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം 73-74 ഫിനാൻഷ്യൽ ഇയറിലാണ്. മനസ്സിലാക്കുക, DPAP എന്ന പ്രോഗ്രാം, ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം എന്ന് വെച്ചാൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുണ്ട് അല്ലേ, അപ്പോൾ അവിടെയൊക്കെ എന്താണ് ജലമെത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഡ്രോട്ട് പ്രോൺ ഏരിയ എന്ന് വെച്ചാൽ അവിടെയൊക്കെ കൃഷിക്ക് യോഗ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് DPAP. അത് 4th 5-year പ്ലാൻ പീരീഡിൽ അനൗൺസ് ചെയ്തൊരു പദ്ധതിയാണ്. അത് 73-74 ഫിനാൻഷ്യൽ ഇയറിലാണ് നടപ്പിലാക്കിയത്. ഓക്കെ, അനൗൺസ് ചെയ്തത്. ഇനി നമ്മൾ അവസാന വർഷത്തേക്ക് വരികയാണ്. 69-74 ആണല്ലോ 4th 5-year പ്ലാൻ പീരീഡ്. അപ്പോൾ ഓരോ വർഷത്തെയും പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 74ലേക്ക് അവസാന വർഷത്തേക്ക് വരികയാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം മെയ് 18, 1974. അതും പറഞ്ഞു, മെയ് 18, 1974. എവിടെ വെച്ചായിരുന്നു? പൊഖ്രാൻ ഇൻ രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ വെച്ചിട്ടായിരുന്നു. പ്രോജക്ട് ഡയറക്ടർ ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ ടെസ്റ്റിലെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ആരായിരുന്നേ? രാജാ രാമണ്ണ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. The project director of India's first nuclear test was Raja Ramanna. ഇനി the prime minister when India's first nuclear test was conducted. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം കണ്ടക്ട് ചെയ്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നേ? വേറെ ആരുമല്ല, ഇന്ദിരാഗാന്ധി തന്നെയാണ്. 4th 5-year പ്ലാനിലെല്ലാം ആ പീരീഡിൽ മൊത്തം ഇവർ തന്നെയായിരുന്നു. ദ കോഡ് നെയിം ഓഫ് ദ ന്യൂക്ലിയർ ടെസ്റ്റ്, ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? സ്മൈലിംഗ് ബുദ്ധ അല്ലേ, സ്മൈലിംഗ് ബുദ്ധ. അത് 4th 5-year പ്ലാൻ പീരീഡ് ഒരു കോഡ് നെയിം കൊടുത്തിരുന്നു, സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞു. കാരണം അതുവരെ ആരും എന്താണ് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ഇത് പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ അയൽ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെല്ലാം അറിയുന്നത്. കാരണം അത്രയ്ക്ക് സീക്രട്ടായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു കോഡ് നെയിം കൊടുത്തിരുന്നു, സ്മൈലിംഗ് ബുദ്ധ അല്ലെങ്കിൽ പൊഖ്രാനായി എന്നൊക്കെ വിളിക്കും, എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ 4th 5-year പ്ലാനിൽ നിന്ന് നമുക്ക് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4th 5-year പ്ലാൻ, എനിക്കൊന്ന് 3rd 5-year പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം പോയിന്റ്സ് 4th 5-year പ്ലാനിലില്ല. അപ്പോൾ എങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കാണുക, ഡൗട്ട്സ് ഉള്ളത് അറിയിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.